വളരെ യാദൃശികമായി ഞാൻ കാണാനിടയായ ഒരു സീരിയൽ കില്ലർ ചിത്രമാണത്. എന്നാൽ പടം കണ്ടു കഴിഞ്ഞ് ഇതിന് പിന്നാലെ ഇതിനെപ്പറ്റി ഒന്ന് അറിയാമെന്ന് പറഞ്ഞ് പോയ സമയത്ത് ഈ ചിത്രം എടുക്കാൻ ആസ്പദമാക്കിയ ഇതിന്റെ റിയൽ ലൈഫ് ഇൻസിഡന്റ് എന്നെ വല്ലാണ്ട് ഞെട്ടിച്ചു കളഞ്ഞു. ഇപ്പോഴേ പറഞ്ഞേക്കാം, ഡാർക്കാണ്, വൻ ഡാർക്ക് പരിപാടിയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത്. അതുകൊണ്ട് തന്നെ ലോല ഹൃദയർക്ക് പറ്റിയ ഒരു സിനിമയല്ല ഇത്. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 2016 പുറത്തിറങ്ങിയ ഒരു ഹംഗേറിയൻ ക്രൈം ത്രില്ലർ ചിത്രമായിട്ടുള്ള സ്ട്രാങ്കിൾഡ് ആണ്. 1950 കാലഘട്ടത്ത് ഹംഗേറിയയിൽ ഒരുപാട് ചെറിയ ചെറിയ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്ത് ഭയങ്കര ബ്രൂട്ടലായിട്ട് കൊന്നിടുന്ന ഒരു സീരിയൽ കില്ലിംഗ് സ്പ്രീ ഉണ്ടായിരുന്നു. പോലീസ് ആ ഒരു പ്രതിയെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ കുറച്ച് വർഷം കഴിഞ്ഞതും അതേ കില്ലിംഗ്, അതേ പാറ്റേൺ ആവർത്തിക്കുന്നു. സോ ആരാണ്, എങ്ങനെയാണ് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്യുന്നത്, എന്തിനാണ്, അതാണ് ഇവിടുത്തെ മെയിൻ ചോദ്യം. അത് അവസാനം റിവീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രസ്റ്റ് മീ, നിങ്ങളിത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ കാരണത്തിനാലാണ് ഈ ഒരു കൊലപാതകമെല്ലാം ഇവൻ ചെയ്യുന്നതെന്ന്. വീഡിയോൻ്റെ അവസാന ഭാഗത്ത് അവിടെ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ആ റിയൽ ലൈഫ് സ്റ്റോറി ഞാൻ പറയാം. സോ അധികം പറഞ്ഞ് നീട്ടുന്നില്ല. ദിസ് ഇസ് എ മസ്റ്റ് അല്ല, വി ഗോണ ടോക്ക് അബൌട്ട് സ്ട്രാങ്കിൾഡ്. പടം തുടങ്ങുന്നത് തന്നെ ഒരു ഫാക്ടറി കാണിച്ചിട്ടാണ്. അവിടുത്തെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഓരോ ആൾക്കാർ വെളിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു പെൺകുട്ടിയെ കാണിക്കുന്നു. അവളുടെ ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാൻ വേണ്ടി വെളിയിലോട്ട് വരികയാണ്. അപ്പോൾ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി അവിടെ ഒരുത്തം വരുന്നുണ്ട്. എന്നിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് എല്ലാം നടന്ന് വീട്ടിലോട്ട് പോകുന്നു. അങ്ങനെ പോകും വഴി അവൻ അവളോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. എടി, നീ ആ കാര്യത്തിനെ പറ്റി ഒന്നും പറഞ്ഞില്ല, നമ്മുടെ കല്യാണ വിഷയം. ഇവക്കാണെങ്കിലോ കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല. എടി, നീ ഇപ്പം ഇങ്ങനെ പറയുന്നത്, നിന്റെ വാക്കും കേട്ടിട്ട് എൻ്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തിട്ട് ഞാനിവിടെ നിൽക്കുന്നത്. നിന്നോട് അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണെന്ന് ഇവള്. അപ്പം നീ എന്നെ പറ്റിക്ക് വരുന്നില്ലടി, നീ എന്തിനാ കള്ളം പറഞ്ഞേ, നീ ഇന്നലെ അവൻ്റെ കൂടെ ആയിരുന്നില്ലടി എന്നും പറഞ്ഞ് ഈ ചങ്ങായി അവളുടെ പിന്നിലൂടെ ചെന്ന് ഇവൻ ഒളിപ്പിച്ചു വെച്ച ഒരു കോടാലി, ഒരു ചെറിയൊരു ചുറ്റിക പോലൊരു സാധനം എടുത്ത് അവളുടെ തലയ്ക്കടിച്ച് അവളെ കൊല്ലുക. അവിടെ കെട്ടിയതിൽ അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് ഇവനെ പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്ത് ഇവനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവനും ചോദ്യങ്ങൾ വന്ന സമയത്ത് കുറ്റം സമ്മതിക്കുന്നു. ദെൻ അടുത്ത ദിവസം തെളിവെടുപ്പിന് ചെന്നപ്പോൾ അവളെ എങ്ങനെയാണ് കൊന്നതെന്ന് ഇവൻ കാണിച്ചും കൊടുക്കുന്നു. ഞാൻ തലക്കടിച്ച ശേഷം അവൾ മരിച്ചില്ലായിരുന്നു, അവൾക്ക് ബോധം ഉണ്ടായിരുന്നു. എന്നിട്ട് അവളെ ഇവിടെ കിടത്തി ഞാൻ മുകളിലിരുന്ന് അവളെ റേപ്പ് ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോൾ ഇവളെ വലിച്ച് ഞാൻ ആ വെള്ളത്തിൽ കൊണ്ട് മുക്കിയിട്ടു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യമായി ഇവ എങ്ങനെയാണ് കൊന്നതെന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു. കുറ്റവാളി കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് ഈ ഒരു കോടതിക്കും വലിയ ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവന് ശിക്ഷ വിധിക്കുന്നു. തൂക്കുകയറ് വിധിച്ച് ഇവനെ ജയിലിൽ അടയ്ക്കുന്നു. അങ്ങനെ ഇവനെ ജയിലിലാക്കിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറ്റവാളികൾ ഇവൻ ഇതുപോലെ ഒരു ക്രൂരഹത്യം ചെയ്തിട്ടാണ് വന്നേക്കുന്നത് എന്നറിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഇവനങ്ങ് പെരുമാറി എടുക്കുന്നുണ്ട്. ഇതും കൂടെ ആയ സമയത്ത് ഇവന്റെ ചേച്ചി ഈ കേസിന് അപ്പീലിന് പോകുന്നു. കേസ് വീണ്ടും കൺസിഡറേഷനിലോട്ട് വന്നപ്പോൾ വേറൊരു ബെഞ്ച് പ്രതി ഇതിനു മുമ്പ് ഒരു തരത്തിലുള്ള കുറ്റങ്ങളോ കേസിലോ പെടാത്തതിനെ തുടർന്ന് ആ ഒരു തൂക്കുകയർ എന്ന് പറയുന്ന ഒരു ശിക്ഷയിൽ നിന്നും ജീവപര്യന്തമായിട്ട് അവന്റെ ശിക്ഷ കുറയ്ക്കുന്നു. അങ്ങനെ വർഷങ്ങൾ പോവുകയാണ്. അങ്ങനെ 7 വർഷത്തിന് ശേഷമാണ് പിന്നീട് കാണിക്കുന്നത്. പിന്നീട് നമുക്ക് ആരാണെന്ന് കാണിക്കുന്നില്ല, ഏതോ ഒരുത്തൻ ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള വുമൻസിനെ അബ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. അതിനുശേഷം ഇയാൾ ഒരു ബൈക്ക് എടുത്ത് പുറത്തോട്ട് ഇറങ്ങാം. ശേഷം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന ഒരു പെൺകുട്ടിയെ അയാൾ ഫോളോ ചെയ്യുന്നു. എന്നിട്ട് ഇയാൾ ബൈക്കുമായിട്ട് ആ പെൺകുട്ടിയുടെ അടുത്ത് നിന്നിട്ട് കയറിയോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവളെയും കയറ്റി വണ്ടിയായിട്ട് പോയി. പൊക്കോണ്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ കാലിലും തുടയിലൊക്കെ തൊട്ട് അവളെ സെഡ്യൂസ് ചെയ്ത് അവളെ അത്യാവശ്യം കറക്റ്റ് ആക്കിയിട്ട് അവർ കുറ്റിക്കാട്ടി ചെന്ന് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുക. അവളുടെ സമ്മതത്തോട് കൂടെ തന്നെയാണ് കേട്ടോ. സോ അതിൻ്റെ ഇടയിൽ എപ്പോഴും ഇവന്റെ പെരുമാറ്റം ഭയങ്കര അതിര് കടന്ന് അവളെ ഉപദ്രവിക്കുന്ന രീതിയിലോട്ടൊക്കെ പോകാൻ തുടങ്ങി. അതിൽ ആ പെൺകുട്ടി ഭയങ്കര അൺകംഫർട്ടബിൾ ആകുന്നു. അത് അവനോടും പറയുന്നുണ്ട്. പക്ഷെ ഇവനാണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ വീണ്ടും വീണ്ടും ഫോഴ്സ് ചെയ്ത് അവൾ റെസിസ്റ്റ് ചെയ്യും തോറും തന്നെ ഇവൻ അതിനൊപ്പം തന്നെ കൂടി പോവുക. എന്നിട്ട് അവിടെ വെച്ച് തന്നെ അവളെ കഴുത്ത് ഞെരിച്ച് അവൻ കൊല്ലുകയാണ്. കൊന്നു കഴിഞ്ഞിട്ട് അവൻ തീർന്നില്ല, ആ ഒരു ജീവനില്ലാത്ത ശരീരത്തെ പോലും അവൻ വീണ്ടും റേപ്പ് ചെയ്തു. എന്നിട്ട് അവൻ്റെ കടി തീർന്നു കഴിഞ്ഞപ്പോൾ അവൻ ആ പെൺകുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്ന ഡ്രസ്സെല്ലാം ഊരിയിട്ട് അവളുടെ ദേഹത്ത് ഒരു കല്ല് കെട്ടി തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കായലിൽ അവൻ കൊണ്ട് താത്തിയിടുന്നു. എങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ഒരു ശരീരവും വെള്ളത്തിൽ പൊങ്ങി വന്നു. തുടർന്ന് കേസാവുന്നു. പോലീസും അങ്ങോട്ട് വരുന്നു. എന്നാൽ കോയിൻസിഡൻസ് എന്നോളം അന്ന് കേസ് അന്വേഷിച്ച അതേ ടീം തന്നെയാണ് ഈ ഒരു കേസ് അന്വേഷിക്കാനും വരുന്നത്. ആ ഒരു സെയിം ഇൻസ്പെക്ടറും സെയിം പ്രോസിക്യൂട്ടറും. എന്നാൽ അന്നത്തെ ആ ഒരു കേസ് സോൾവ് ചെയ്തതിനെ തുടർന്ന് പ്രോസിക്യൂട്ടർക്ക് പ്രൊമോഷനൊക്കെ കിട്ടി. പുള്ളി ഇപ്പോൾ നല്ലൊരു പൊസിഷനിലാണ് ഉള്ളത്. തുടർന്ന് ആ പെൺകുട്ടിയുടെ ഓട്ടോപ്സി ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പെൺകുട്ടി 4 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. ഈ പെൺകുട്ടി എങ്ങനെയായിരിക്കും മരിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊരു സൂയിസൈഡ് ആണോ അതോ ഒരു മർഡർ ആണോ എന്ന് ഇവർക്ക് അങ്ങ് തറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെ ആരെങ്കിലും പോയി സൂയിസൈഡ് ചെയ്യോ എന്നത് വലിയ ചോദ്യമാണ്. എങ്കിൽ പോലും അവളുടെ ദേഹത്ത് അവിടെ ഇവിടെയായിട്ട് കുറച്ച് പാടുണ്ട്. എന്നാൽ ഇതൊരു കൊലപാതകമാണെന്ന് കാണിക്കാൻ മാത്രമേ ഉള്ള ഒരു സോളിഡ് എവിഡൻസ് ഒന്നും തന്നെ കിട്ടിയിട്ടുമില്ല. ഡോക്ടറോട് ഇതൊരു സൂയിസൈഡ് ആവാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാളും ആ സാധ്യതയുണ്ട്, പക്ഷെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ വെറുതെ ഇതിനെ സമയം കളയുന്നേ എന്ന് പറഞ്ഞിട്ട് ഇവരിതിനെ കൺവീനിയൻ്റ്ലി ഒരു സൂയിസൈഡ് ആണെന്ന് പറഞ്ഞ് എഴുതി ആ ഒരു കേസ് ക്ലോസ് ചെയ്യുന്നു. അവിടെ കെട്ടിയതിൽ അടുത്ത ഷോട്ടിൽ ആ നാട്ടിലുള്ള ഒരു ഷൂ കമ്പനിയിൽ പുതിയൊരു പെൺകുട്ടി വന്ന് ജോയിൻ ചെയ്തേക്കാണ്. സോ ഫാക്ടറിയെ പറ്റിയും ഫാക്ടറിയിലെ ജോലികളെ പറ്റിയും അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സൂപ്പർവൈസർ ആ കുട്ടിയെ കാണിച്ചു കൊടുക്കുന്നു, എന്താ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യേണ്ടത് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം. പിന്നീട് ഒരു ദിവസം ഈ കുട്ടിയും ജോലി കഴിഞ്ഞ് അവളുടെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഇവളെ ഫോളോ ചെയ്ത് ആ കില്ലർ ഉണ്ടായിരുന്നു. ആരോ തൻ്റെ ബാക്കിലുണ്ടെന്നുള്ള കാര്യം ഇവൾക്കും അറിയുന്നുണ്ട്, പക്ഷെ ആരെയും കാണുന്നില്ല. പേടിച്ചു പോകുന്ന ഇവളും വേഗം വെച്ച് പിടിച്ച് അവിടെ നിന്ന് വേഗം വീട്ടിൽ പോകാൻ വേണ്ടി നോക്കുകയാണ്. അപ്പം പെട്ടെന്ന് അവളെയും അവൻ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കുന്നുണ്ട്. അതിനുശേഷം അവൾ മരിച്ചെന്ന് കരുതി അവളുടെ ഡ്രസ്സെല്ലാം ഊരി അവളെ റേപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷെ അവനെ കൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവൻ എത്ര ശ്രമിച്ചിട്ടും അവൻ്റെ സഹോദരൻ അവിടെ താഴെ ഹാർഡായില്ല.
തൻ്റെ സഹോദരൻ്റെ സഹകരണം ഇല്ല എന്ന് മനസ്സിലാകുന്ന കില്ലർ എന്ത് ചെയ്തു, ആ ഒരു ഫ്രസ്ട്രേഷനിൽ ആ പെൺകുട്ടിയെ അവിടെ ആ ഒരു റെയിൽവേ ട്രാക്കിൽ തന്നെ ഇട്ടിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. കുറച്ച് നേരം കഴിയുന്നു, ആ ട്രാക്കിലൂടെ ഒരു ട്രെയിൻ വരുന്നു. ആ ശബ്ദം കേട്ടിട്ട് ആ പെൺകുട്ടി എഴുന്നേക്കുക. എന്തോ ഭാഗ്യം കൊണ്ട് തലനാരിഴയ്ക്ക് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷെ എങ്ങോട്ടെങ്കിലും എഴുന്നേറ്റ് നടന്നു പോകാനുള്ളൊരു ത്രാണിയൊന്നും അവളുടെ ശരീരത്തില്ലായിരുന്നു. അവൾ അവിടെ തന്നെ മയങ്ങി വീഴുന്നു. പിന്നീട് രാവിലെ വേറെ ഏതോ ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് അവിടെ മെഡിക്കൽ ടീം വന്നിട്ടാണ് ഇവളെ സ്ട്രക്ചറിൽ എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ ആ കുട്ടിയെ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന സമയത്താണ് പോലീസ് അവിടേക്ക് വന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഡോക്ടർ, കുട്ടിക്ക് ബോധമുണ്ടോ, അവൾക്ക് സംസാരിക്കാൻ പറ്റുമോ, അവളെ റേപ്പ് ചെയ്തിട്ടുണ്ടോ, എന്ത് ശരിക്കും സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഓഫീസർ, നിങ്ങളുടെ പ്രശ്നം എന്താണ്, ഞാനൊന്ന് ഈ കുട്ടിയെ ഒന്ന് ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചോട്ടെ, അതിനുശേഷം ആയിക്കൂടെ നിങ്ങളുടെ ഈ ചോദ്യങ്ങളൊക്കെ എന്നും പറഞ്ഞ് ആ ഡോക്ടർ ആ ഒരു കുട്ടിയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. എന്നിട്ട് ഇയാൾ ക്രൈം സീനെല്ലാം നോക്കുമ്പോഴാണ് പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നുമില്ല, പക്ഷേ ആകെ കാണാൻ പറ്റുന്നത് അവിടെ ഒരു 2 വീലറിന്റെ ടയർ മാർക്ക് കാണുന്നുണ്ട്. ഇങ്ങനെ ഇയാൾ ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ക്രൈം സീനിലേക്ക് ഏതോ ഒരാൾ ഇങ്ങനെ കൂളായിട്ട് നടന്നു കയറി വരുന്നു. ഡോ താൻ ആരാ, ഇങ്ങോട്ടാ, ഇതൊരു ക്രൈം സീൻ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ചെല്ലുമ്പോഴാണ് അയാൾ പറയുന്നത്, എൻ്റെ പേര് ജെർമി സോൾട്ടൻ, നിങ്ങളുടെ ചീഫിന് പകരം വന്ന പുതിയ പ്രോസിക്യൂട്ടർ ഞാനാണ്. നമ്മുടെ മറ്റേ പഴയ ഒരു ചീഫ് പ്രോസിക്യൂട്ടറിന്റെ ശിഷ്യനാണ് ഇപ്പോൾ വന്നേക്കുന്നവൻ. അയാൾ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഇവൻ വന്നേക്കുന്നത്. ഞാൻ ഈ സിനിമയ്ക്കകത്ത് ഓരോ ക്യാരക്ടേഴ്സിന്റെ പേരെടുത്ത് പറയാത്തത് അത് പ്രൊനൗൺസ് ചെയ്യാൻ ഭയങ്കര പാടാ. ജെർമി സോൾട്ടൻ എന്നാണ് ഇവന്റെ പേര്. ഇത് ഓരോ പ്രാവശ്യം ഞാൻ എങ്ങനെ പറയും. അങ്ങനെ ഇപ്പോൾ വന്ന് പ്രോസിക്യൂട്ടർ നമ്മുടെ ഇൻസ്പെക്ടറോട് എനിക്ക് കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും വേണം, ഉടനെ അറേഞ്ച്മെന്റ് നടത്തൂ എന്നൊക്കെ പറയുന്നു. അവിടെ കെട്ടിയതിൽ അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അവിടെ ഒരു പെൺകുട്ടി ബോധമില്ലാതെ കിടക്കുക. അവളുടെ അടുത്ത് തന്നെ ഇൻസ്പെക്ടർ ഇരിക്കുന്നുണ്ട്. പുള്ളി ഇവൾ എപ്പോഴാണ് കണ്ണു തുറക്കുക, ഇവളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം, ഇവൾ എന്തെങ്കിലും അറിയോ എന്തെങ്കിലും പറയോ എന്നൊക്കെ നോക്കിയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ആ ഒരു ഷൂ ഫാക്ടറി ഉണ്ടല്ലോ, അതിലെ സൂപ്പർവൈസർ ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഈ പെൺകുട്ടി ആദ്യമായിട്ട് ജോയിൻ ചെയ്തപ്പോൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് ആ ഒരു കമ്പനി മൊത്തം കാണിച്ചു കൊടുത്ത് ഈ സൂപ്പർവൈസറാണ്. അത് മാത്രമല്ല, ഈ സൂപ്പർവൈസർ ആരാന്നറിയോ, നമ്മൾ തുടക്കത്തിൽ ഒരുത്തൻ ജയിലിൽ പോയില്ലേ, ആ ജയിലിൽ പോയവൻ്റെ പെങ്ങളാണ്. അവിടെയും തീർന്നില്ല, ഈ സൂപ്പർവൈസറിന്റെ എക്സ് ആണ് ആ ഇരിക്കുന്ന പോലീസുകാരൻ. അതായത് ഇവളുടെ ആങ്ങളെ ഈ ഒരു കേസിലൊക്കെ പെടുന്നതിന് മുമ്പ് ഇവർ രണ്ടുപേരും പ്രേമിച്ച് നടന്നുകൊണ്ടിരുന്ന ടീംസാണ്. പക്ഷെ സ്വന്തം ആങ്ങളെ അറസ്റ്റ് ചെയ്യാൻ കാരണക്കാരിൽ ഒരാൾ ഇയാളാണെന്ന് അറിഞ്ഞപ്പോൾ ഇയാൾ തമ്മിലുള്ള ബന്ധമെല്ലാം ഉപേക്ഷിച്ച് പോയതാണ് ഈ സൂപ്പർവൈസർ. എന്നിട്ട് ഈ പെൺകുട്ടിക്ക് ഇപ്പം എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചറിയുന്നുണ്ട്. അവിടെ കെട്ടിയതിൽ അങ്ങനെ രാത്രിയാവുന്നു. ഇയാളാണെങ്കിൽ വീട്ടിൽ പോലും പോകാതെ ഈ പെൺകുട്ടിയുടെ അടുത്ത് തന്നെ ഇരിക്കുക. അപ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് ഈ പെൺകുട്ടി മരിച്ചില്ല, ഇവള് ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ആ കില്ലർ അങ്ങോട്ട് വരുന്നു. ഉള്ളിൽ ഈ ഒരു പോലീസുകാരനെ കണ്ടതും അവൻ ആ സൈഡിൽ മറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ പറഞ്ഞു വെച്ച പോലെ ഇവൾക്ക് ചെറുതായിട്ട് ബോധം വരുന്ന പോലെ കാണിക്കുന്നു. കണ്ണൊന്ന് തുറന്ന് അവൾ അപ്പം തന്നെ അടച്ചു. ഇത് കണ്ട ബോട്ടയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിക്കുന്നു. അവൻ രാത്രിയാണെന്നൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവൻ അലറുന്നു, ഡോക്ടർ ഇങ്ങോട്ട് അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞു. വന്ന കില്ലറും ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. ഇനി എങ്ങനെ ഇവൾ കണ്ണേ തുറക്കാതെ പോകുമോ എന്നോർത്തിട്ട് ഈ ഇൻസ്പെക്ടർ എന്ത് ചെയ്തു, പട്ടേന്ന് ചെക്കിട്ടം നോക്കിയാൽ ഒരൊറ്റ അടി വെച്ച് കൊടുത്തു. അടി കൊണ്ടപാടെ കൊച്ചവൻ കണ്ണു തുറന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ പോലീസുകാർ വന്ന് കുറേ ആളുകളൊക്കെ ആയിട്ട് മൊഴിയെടുക്കുന്നു. നിന്നെ ഉപദ്രവിച്ചതിനെ നീ കണ്ടായിരുന്നു, അവൻ എങ്ങനെയാണ് കാണാൻ, എങ്ങനെയാണ് നിന്നെ അറ്റാക്ക് ചെയ്ത്, എന്താ ശരിക്കും സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്നാൽ ഇരുട്ടായതുകൊണ്ട് വന്ന ആളുടെ രൂപം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഈ പെൺകുട്ടിക്ക് സാധിക്കുന്നില്ല. പക്ഷെ അവനൊരു കറുത്ത തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമേ ഈ പെൺകുട്ടി പറയുന്നു. ഇതറിഞ്ഞ പാടെ തന്നെ പോലീസ് ആണെങ്കിൽ അവർക്ക് സംശയം ഉണ്ടായിരുന്ന ഒരു കറുത്ത തൊപ്പി വെച്ച ഒരു ചങ്ങ ഉണ്ടായിരുന്നു, അവനെ അറസ്റ്റ് ചെയ്യുന്നു. അവനെ അറസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ഇവൻ പോലീസിനെ കണ്ടു തോന്നുന്നു ഓടി രക്ഷപ്പെടാൻ നോക്കി. എന്നിട്ട് ചെറിയൊരു ചേസ് എല്ലാം കഴിഞ്ഞിട്ടാണ് ബോട്ടയും ടീമും ഇവനെ അറസ്റ്റ് ചെയ്യുന്നത്. നീ എന്തിനാണ് ആ ഒരു പെൺകുട്ടിയെ പോയി ഉപദ്രവിച്ച് എന്നൊക്കെ പറഞ്ഞ് ഇവനോട് ചോദിക്കുമ്പോൾ, ഉപദ്രവോ ഞാനോ, പിന്നെ എന്തിനാ നീ ഞങ്ങളെ കണ്ടത് ഓടിയേ? സാർ, ഞാനും പിള്ളേരും കുറച്ചാൾ മുമ്പ് കുറച്ച് വേട്ടയ്ക്ക് പോയായിരുന്നു. ആ ഒരു മൃഗങ്ങളെ കൊന്നതിൻ്റെ പേരിലാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നതെന്ന് ഞാൻ വിചാരിച്ചത്, അല്ലാതെ ഞാനും ഈ പെൺകുട്ടി ഈ കേസുമായിട്ട് ഒരു ബന്ധമില്ല സാറേ എന്നൊക്കെ പറഞ്ഞ് ഇവൻ. അങ്ങനെ ഈ ഒരു തുമ്പും എവിടെ എത്താതെ അങ്ങ് പോയി. അവിടെ കിട്ടിയതിൽ നമുക്ക് ജയിലിൽ കിടക്കുന്നവരെ കാണിക്കുന്നുണ്ട്. ഇവൻ്റെ പേര് ആഘോഷ്. അവനവിടെ ജയിലിൽ എന്തോ സൂചിയൊക്കെ വെച്ച് എന്തോ ബോൾ എന്തോ തുന്നിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടേക്ക് വരുന്ന പോലീസുകാരൻ, ഡാ നിനക്കൊരു വിസിറ്റർ ഉണ്ട്, നിന്റെ പെങ്ങളാ, പോയി കാണും എന്നൊക്കെ പറഞ്ഞ് അവനെ പോകാൻ പറയുന്നു. അപ്പോൾ ഇവൻ പോലീസുകാരൻ കാണാതെ ഇവൻ ഇത്രയും നേരം തയ്ച്ചുകൊണ്ടിരുന്ന ഒരു സൂചി ഉണ്ടല്ലോ അത് അവൻ്റെ വായിൽ ഒളിപ്പിച്ച് വെക്കുന്നു. എന്നിട്ട് അതുമായി പെങ്ങളെ കാണാൻ വേണ്ടി ചെല്ലുന്നു. ഇവൻ അവിടെ ചെന്ന് ഇരുന്ന പാടെ അവൾ ഇവൻ്റെ മുമ്പിലേക്ക് ഒരു ഫോട്ടോ വെച്ച് നീട്ടുന്നു. അത് വേറെ ആരുടെയല്ല, അത് ഇവൻ്റെ സ്വന്തം മകൻ്റെ ഫോട്ടോ ആയിരുന്നു. നീ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നതിൽ ഒരു അർത്ഥമില്ല, സ്വന്തം മകൻ അച്ഛനില്ലാതെ അവളായിരുന്നു. ഇങ്ങനെ ഒരു അച്ഛൻ ഇല്ലാത്തതിനേക്കാളും നല്ലത് അത് തന്നെയാണ് ഇവൻ. എനിക്കറിയാം നീ എല്ലാ കൊലപാതകം ചെയ്തത്, പിന്നെ എന്തിനു വേണ്ടി ഇതെല്ലാം? കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വേറൊരു പെൺകുട്ടിക്കും ഇതേ അനുഭവം വന്നു. പോലീസ് അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ നിനക്കെന്താ സംഭവിച്ചത് നീ തുറന്നു പറയാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നാളെയും വരും, മറ്റന്നാളും വരും, ഞാൻ വന്നുകൊണ്ടേയിരിക്കും. നീ എന്ന് ആ റീഅപ്പീൽ ഫോമിൽ ഒപ്പിടുന്നു അത് വരെ ഞാൻ വരും. അവിടെ കെട്ടിയതിൽ അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും ഒരു കില്ലറിനെയാണ് കാണിക്കുന്നത്. അവൻ ബൈക്കുമായി അവൻ്റെ അടുത്ത് ഇരയെ നോക്കി ഇറങ്ങുന്നു. ഒരു പെൺകുട്ടിയെ കാണുന്നു. അവൾ അറിയാതെ അവളെ ഫോളോ ചെയ്ത് അവളുടെ പിന്നാലെ തന്നെ ഇവൻ ചെല്ലുക. ഇവൾക്കൊരു തോന്നലുണ്ട് ആരോ തൻ്റെ പിന്നാലെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഒരു പോയിന്റ് കഴിഞ്ഞ് അവളുടെ തലയിൽ ചുറ്റിക വെച്ച് അടിക്കാന്ന് പറഞ്ഞ് ഓങ്ങി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൾ തിരിയുന്നു. ആ ഒരു ഗ്യാപ്പിൽ അവളുടെ തലയിൽ കറക്റ്റായിട്ട് കൊള്ളാതെ ആ ഒരു സാധനം സ്വിങ് ചെയ്ത് ഇവന്റെ കഴുത്തിൽ തന്നെ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. അപ്പം തന്നെ ആ പെങ്കുച്ച് ഒച്ചയും ബഹളം ഉണ്ടാക്കി ആൾക്കാരെ വിളിച്ചു കൂട്ടാൻ തുടങ്ങി. ഇനി ഇവിടെ നിന്ന പണിയാവുന്ന മനസ്സിലാക്കുന്ന കില്ലർ എന്ത് ചെയ്തു, ഉടനെ സ്ഥലം വിട്ടു. ഓടി വന്നതിൽ രണ്ടുപേരും ഇവന്റെ പിന്നാലെ ഉണ്ടായിരുന്നു, പക്ഷെ പിടിക്കാൻ പറ്റിയില്ല. അവിടുന്ന് രക്ഷപ്പെട്ട കില്ലർ നേരെ അവന്റെ വീട്ടിലോട്ടാണ് ചെല്ലുന്നത്. ഇട്ടേക്കുന്ന കോട്ടും ഗ്ലാസും മാസ്ക് എല്ലാം ഊരിയിട്ട് ആ കണ്ണാടിന് മുമ്പിൽ നിൽക്കുന്ന സമയത്താണ് കില്ലറിനെ നമ്മളിവിടെ ആദ്യമായിട്ട് കാണുന്നത്. അൺലൈക്ക് നമ്മുടെ ടിപ്പിക്കൽ സീരിയൽ കില്ലർ സിനിമ പോലെ അവസാനം കില്ലർ റിവീൽ ചെയ്യുന്നതല്ല, പടം തുടങ്ങി അരമണിക്കൂർ തന്നെ ഇവനാണ് കില്ലർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ കാഴ്ചയിൽ ഇവനും അവിടെയുള്ള ആളുകളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അത്ഭുതം
എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയെല്ലാം ചെയ്തിട്ടും ഇവനിവിടെ സൈഡിൽ ഒരു നോർമൽ ഫാമിലി ഉണ്ട്. അത്യാവശ്യം സുന്ദരിയായ ഒരു ഭാര്യയും 7 വയസ്സിലൊരു കുട്ടിയുണ്ട് ഇവർക്ക്. വീട്ടിൽ വന്നതും വാട കഴിച്ചിട്ട് അടക്കാന്ന് പറഞ്ഞ് അവനെ വിളിക്കുന്നു. അപ്പോഴാണ് അവൻ പറയുന്നത്, അച്ഛാ അമ്മ ഇതുവരെ വന്നിട്ടില്ല എന്ന്. അവൾ വന്നോളും, ബാ നമുക്ക് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നു. അവിടെ കെട്ടിയതിൽ പോലീസുകാർ നമ്മുടെ കില്ലറിനെ ചേസ് ചെയ്ത് രണ്ടുപേരെ ചോദ്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവന്റെ ഫേസ് കണ്ടോ, അവനെ കാണാൻ എങ്ങനെ ഇരിക്കും, അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കുക. സെയിം ഉത്തരങ്ങൾ, ആവറേജ് ആയിട്ടുള്ള ഒരു ബിൽഡ്, ബ്ലാക്ക് കോട്ടും ഡ്രസ്സും. പിന്നെ അവന്റെ ഷൂ ക്രിക്കിളായിട്ടുണ്ടെന്ന് തോന്നുന്നു. അവനെ ഓടുമ്പോൾ അവന്റെ ഷൂവിന് ചെറുതായിട്ട് ശബ്ദം വന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. വേറെ ഒന്നും അവന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല, ഇത് മാത്രം എന്തേലും ആവട്ടെ എഴുതി തൊലയ്ക്ക് എന്നും പറഞ്ഞിട്ട് ബോട്ട. സോ ഇപ്രാവശ്യവും പ്രത്യേകിച്ച് ഒരു സോളിഡ് എവിഡൻസ് ഇവർക്ക് കിട്ടിയില്ല കില്ലറെ പറ്റി. അവിടെ കെട്ടിയതിൽ കില്ലറിന്റെ വീട്ടിലേക്ക് പോലീസുകാർ വരുന്നു. എന്താ സാർ ഈ ഒരു സമയത്തെന്ന് പറഞ്ഞ് കില്ലർ ചോദിക്കുമ്പോൾ, അല്ല മിസ്റ്റർ, നിങ്ങളുടെ വൈഫിനെ ഏതോ ഒരാൾ കുറച്ച് മുമ്പ് അറ്റാക്ക് ചെയ്തായിരുന്നു. സോ അവളിപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, കാര്യമായിട്ടൊന്നുമില്ല, നിങ്ങളൊന്ന് വരേണ്ടി വരും. കില്ലറിന്റെ വൈഫിനെ തന്നെ അറ്റാക്ക് ചെയ്യാൻ ആരാ ഉള്ളതെന്ന് പറഞ്ഞ് ആലോചിക്കുകയാണെങ്കിൽ വേറെ ആരും അല്ല, ഇവൻ തന്നെയാണ്. കുറച്ചു മുമ്പ് ഒരു പെണ്ണെ കയറി അടിക്കാൻ പോയില്ല, അത് ഇവന്റെ ഭാര്യ തന്നെയായിരുന്നു. ഇവന് കടിമൂത്ത് സ്വന്തം ഭാര്യ ഏതാണെന്ന് തിരിച്ചറിയാത്ത അവസ്ഥയിലായോ എന്ന് നമ്മൾ ആലോചിക്കും. സ്വാഭാവികം. അവിടെ കെട്ടിയതിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കില്ലറിന്റെ വൈഫിനെയാണ് കാണിക്കുന്നത്. അവളോട് നമ്മുടെ പ്രോസിക്യൂട്ടർ ഇൻസ്പെക്ടറും കുറേ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നു. ആളെ കണ്ട തിരിച്ചറിയോ, എങ്ങനെയുണ്ടായിരുന്നു, എങ്ങനെയാണ് അറ്റാക്ക് ചെയ്തത് എന്ന് പറഞ്ഞിട്ടൊക്കെ. പക്ഷേ ഇരുട്ടായതുകൊണ്ട് ആളുടെ മുഖം ഒന്നും ഇവള് കണ്ടില്ല. എന്നാൽ ഇവള് പെട്ടെന്ന് അങ്ങ് മാറിയപ്പോൾ അവന്റെ ദേഹത്ത് മുറിവായില്ലേ, ആ സമയത്ത് അവൻ കിതച്ചപ്പോൾ അവന്റെ ശ്വാസം എടുക്കുന്നതിൽ എന്തൊരു വ്യത്യാസമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. എനിക്കിത് ഭയങ്കര പരിചയമുള്ള പോലെ, എനിക്ക് അറിയത്തില്ല, എനിക്ക് ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെയും ഒരു ലീഡ് കിട്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവളുടെ ഹസ്ബൻഡ്, അതായത് കില്ലർ, അവന്റെ കുട്ടിയും കൂട്ടിയിട്ട് ഇവളെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലോട്ട് എത്തുന്നു. അങ്ങനെ ഇവൻ അവിടെ ചെന്ന് അവളെ കാണുമ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാവുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ തലയിൽ ഒരു മുറി ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഇവൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഉടുപ്പും കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വിഗ് ഉണ്ടായിരുന്നു, വലിയ കോട്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെ കുറേ സാമാനങ്ങളൊക്കെ ഉണ്ട്. സോ വൈഫ് അവൾ വരുന്ന യൂഷ്വൽ ലുക്കിലായിരുന്നില്ല. ഇവനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പുതിയൊരു വിഗ് എല്ലാം ഇട്ട് പുതിയൊരു കോട്ടൊക്കെ ഇട്ട് ഒരു ഷൂസൊക്കെ ഇട്ടിട്ടാണ് പുള്ളിക്കാരത്തി വന്നത്. ആ ഒരു ലുക്ക് ബാക്കിൽ നിന്ന് കണ്ടപ്പോൾ ഇവന് വേറെ ഏതൊരു പെണ്ണാണെന്ന് തോന്നിയിട്ടാണ് ഇവൻ അവളെ അറ്റാക്ക് ചെയ്തത്. കാര്യം ഒരു അബദ്ധമായിരുന്നെങ്കിലും അതിനെ മുതലെടുക്കാൻ ഇവൻ തീരുമാനിക്കുന്നു. ഇവന്റെ ഭാര്യയെ തന്നെ ഏതെങ്കിലും ഒരുത്തിന് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഇവനായിരിക്കില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇവൻ അത് കഴിഞ്ഞ് ഇവിടെ അടിക്ക് ഉപയോഗിച്ച ഒരു ചുറ്റിക വീടിനകത്തുള്ള ഒരു കായലിലേക്ക് വലിച്ചെറിയുന്നു. വിക്ടിംസിന്റെ എണ്ണം ഇങ്ങനെ കൂടും തോറും തന്നെ ഇവർക്ക് ഭയങ്കര മുകളിൽ നിന്ന് നല്ല പ്രഷർ വരുന്നുണ്ട്. സ്ത്രീകൾ ഇപ്പോൾ പുറത്തിറങ്ങാൻ പോലും പേടിക്കുകയാണ്. ഇതിനെന്തെങ്കിലും ഒരു അവസരം നിങ്ങൾ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ, വേഗം തന്നെ വേണം, ഇല്ലെങ്കിൽ 2 എണ്ണത്തിന് ഞാൻ ജോലിയും തൂക്കും എന്നൊക്കെ പറഞ്ഞ് നല്ല പ്രഷർ. സോ നിലവിൽ 3 പെൺകുട്ടികളെയാണ് ഈ ഒരു കില്ലർ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതിലൊന്നിനെയാണ് സൂയിസൈഡിന് ലേബൽ ചെയ്ത് ഇവർ കേസ് ക്ലോസ് ചെയ്തത്. സോ പ്രോസിക്യൂട്ടർ ആ കേസുകളെല്ലാം വീണ്ടും ചെയ്യാൻ തുടങ്ങുന്നു. ക്രൈം ഫയലും അവളുടെ ഒരു ഓട്ടോപ്സി റിപ്പോർട്ടും ഇങ്ങനെയുള്ള എല്ലാം അവൻ അരിച്ചു വെറുക്കുന്നുണ്ട്. അതിലാണ് സൂയിസൈഡ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ആ ഒരു പെൺകുട്ടി മരണശേഷവും റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഇൻ കേസ് അതിനുശേഷം നടന്ന 2 പെൺകുട്ടികളും ഈ ഒരു കില്ലറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാതെ അവരുടെ കയ്യിൽ പെട്ടുപോയിരുന്നെങ്കിൽ ഇവർക്കും ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അവർ 3 പേരെയും ഒരേ രീതിയിലാണ് അറ്റാക്ക് ചെയ്തേക്കുന്നത്. സോ സപ്പോസ് ഇതെല്ലാം ചെയ്യുന്നത് ഒരാളാണെങ്കിലോ എന്ന് പറയുന്നൊരു സംശയത്തിലോട്ട് വരുന്നു. സോ തുടർന്ന് ഈ സ്ഥലത്ത് ഇതിനു മുമ്പ് ഇതേപോലത്തെ വല്ല കേസ് രജിസ്റ്റർ ആയിട്ടുണ്ടോ എന്ന് അസിസ്റ്റന്റിനോട് ചോദിക്കുന്നു. അതിലാണ് ഒരു 7 വർഷം മുമ്പ് നടന്ന ആഘോഷിന്റെ ആ ഒരു കേസ് ഫ്രണ്ടിലോട്ട് വരുന്നത്. സോ അതിലെ വിക്ടിമിനെയും ഏതാണ്ട് ഇതേ പാറ്റേണിൽ തന്നെയാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്രതി അറസ്റ്റ് ചെയ്ത് അയാളിപ്പോൾ ജയിലിലുമാണ്. പക്ഷെ ആ ഒരു കേസിന്റെ ഫുൾ ഡീറ്റെയിൽ ഉള്ള ഫയല് ഇവന്റെ കയ്യിലോട്ട് ആരും കൊടുക്കുന്നില്ല. ആ ഒരു കേസിന് ശേഷം നമ്മൾ പ്രൊമോഷൻ കിട്ടി പോയ ആ ഒരു ഓഫീസർ ഉണ്ടല്ലോ, ചീഫ്, ആഘോഷിന്റെ കേസായിരുന്നു ഇയാളുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ്. സോ അങ്ങനെയുള്ള ഒരു കേസിനെ പറ്റിയുള്ള കാര്യം വീണ്ടും പൊങ്ങി വരുന്നു എന്ന് കേട്ടപ്പോൾ ഇയാൾക്ക് അങ്ങ് ശരിയാവുന്നില്ല. ചീഫ് പ്രോസിക്യൂട്ടറിനെ നേരി കാണണം എന്നാവശ്യപ്പെടുക. തുടർന്ന് തന്റെ സീനിയർ ആയിട്ടുള്ള ചീഫിനോട് ഈ ഒരു കേസിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു പറഞ്ഞ ശേഷവും പുള്ളി ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്, പഴയ കേസ് തീർന്നതാണ്, അത് അവിടെ വിട്ടേക്ക്, നീ നിന്റെ കേസ് ഇപ്പോഴത്തെ കയ്യിലുള്ളത് അത് നോക്ക്, ക്ലോസ് ചെയ്ത കേസ് വീണ്ടും തുറക്കാൻ നോക്കണ്ട, ഞാൻ ആ ഫയൽ തരത്തില്ല എന്നൊരു വാശിപ്പുറത്ത് നിൽക്കുക. ചീഫിന് പെട്ടെന്ന് വന്ന് ഈ ഒരു വെപ്രാളം കണ്ടപ്പോൾ ഇവന് ഭയങ്കരധികം സംശയം തോന്നുകയാണ്, ഇതിലെന്തൊരു പന്തികേടം ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അന്ന് ചീഫിന്റെ കൂടെ ഈ ഒരു കേസ് അന്വേഷിച്ചത് ഇവന്റെ കൂടെ ഇപ്പോൾ ഉള്ള അതേ ഇൻസ്പെക്ടർ തന്നെയാണ്. അയാളോട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അയാളും ഒന്നും വിട്ടു പറയുന്നില്ല. സോ ആകുമ്പോൾ ആ ഒരു കേസിൽ എന്തൊരു വശപ്പശം ഉണ്ടായെന്നുള്ള കാര്യം ഇവൻ ഉറപ്പായി. ഇതേ സമയം ഇപ്പുറത്ത് ആഘോഷ് അവന്റെ പെങ്ങളെ വിളിച്ച് ഞാൻ റീ അപ്പീൽ കൊടുക്കാൻ തയ്യാറാണ്, ഞാൻ എവിടെ ഒപ്പിടണ്ടേ എന്നൊക്കെ പറഞ്ഞ് അവന്റെ മനസ്സ് മാറി എന്ന് അവളോട് പറയാണ്. സോ തുടർന്ന് ഇവരും റീ അപ്പീൽ കൊടുക്കുകയാണ്. ഇതിനു മുമ്പ് ഇവള് 2 പ്രാവശ്യം റീ അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം റിജക്റ്റ് ആയിരുന്നു. ഇപ്രാവശ്യം ആഘോഷ് ഡയറക്റ്റ് ആയിട്ടാണ് അപ്പീൽ കൊടുക്കുന്നത്. അവിടെ കെട്ടിയാൽ രാത്രി നമ്മുടെ കില്ലറിനെ കാണിക്കുന്നു. അവൻ ആ ഒരു ഷൂ ഫാക്ടറിയിലെ ട്രക്ക് ഡ്രൈവറാണ്. സോ ഇവനിങ്ങനെ അടുത്ത് ഇനി ആരെ പൊക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തേടിയ വള്ളി കാലി ചുറ്റിയ പോലെ ഇവനെ പരിചയമുള്ള ആ ഫാക്ടറി ജോലി ചെയ്യുന്ന ഒരു ചെറിയ പെൺകുട്ടി ഇവന്റെ അടുത്ത് വന്നിട്ട്, ചേട്ടാ എനിക്കൊരു ലിഫ്റ്റ് തരാൻ പറ്റുമോ, ഞാൻ ആ പോകുന്ന വഴി ഇറങ്ങിക്കോളാം. ഇവനും ഓ പിന്നെന്താ കയറിയ മോളെ എന്നും പറഞ്ഞ് അവളെ കയറ്റിയിട്ടാകും പോവുക. അടുത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കിയാലോ. അവളുടെ വീടും കഴിഞ്ഞ് വണ്ടി പോയിട്ടും അവൻ നിർത്തിയില്ല. പേടിച്ചു പോകുന്ന കൊച്ചും കരയാൻ തുടങ്ങുന്നു, ഒച്ചമ്പോളം ഉണ്ടാക്കുന്നു. ഇവൻ നിർത്തുന്നില്ല. ഇവളെയും കുറച്ച് കഴിഞ്ഞ് ബലം ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊന്ന ശേഷം അവളെ പീഡിപ്പിക്കുന്നു. അവിടെ കിട്ടിയതിൽ ചീഫും ഇൻസ്പെക്ടറും ഒന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. ആഘോഷ് വീണ്ടും റീ അപ്പീൽ ചെയ്തപ്പോൾ ആ ഒരു വിഷയത്തിനെ പറ്റിയാണ് ഇവർ ഡിസ്കസ് ചെയ്യുന്നത്. ഇവൻ എന്തിനു വേണ്ടിയാണ് 3ാമത് റീ അപ്പീൽ ചെയ്തേക്കുന്നത്? ഇവൻ തന്നെയല്ല അവനെ ചെയ്തതെന്ന് പറഞ്ഞ് കൺഫ്യൂസ് ചെയ്തേ. ഒരു സൈഡിൽ എന്റെ ശിഷ്യൻ കേസ് റീ ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഇവൻ കേസ് റീ അപ്പീലിന് പോകുന്നു. ഇവിടെ എനിക്ക് ഞാൻ നിന്നെ സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞിട്ട് അവനോടൊരു ചോദ്യം. സാറേ ഞാൻ ആരോട് ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല, അപ്പം എങ്ങനെ ഈ അപ്പീൽ നമ്മളങ്ങ് ക്യാൻസൽ ചെയ്ത് കളയുമല്ലേ? സാറേ അതൊക്കെ സാറിന്റെ താല്പര്യം, അതൊന്നും എന്റെ അധികാരത്തിലുള്ളതല്ല. സാറിന് എന്ത് ശരിയെന്ന് തോന്നുന്നു അതങ്ങ് സാറ് ചെയ്തു. ഇതേസമയം ഇപ്പുറത്ത് കില്ലർ ആ ഒരു പെൺകുട്ടി എല്ലാം ചെയ്ത ശേഷം അവളുടെ ബോഡി അപ്പുറത്തെ കായലിൽ കൊണ്ട് ഡംപ് ചെയ്യുന്നു. പിറ്റേ ദിവസം
രാവിലെ തന്നെ പോലീസും അവിടേക്ക് വരുന്നു. ഗേസ് ഒരിടവും വിടരുത്, എല്ലാവരും അരിച്ചവർക്ക് എന്തെങ്കിലും ഒരു എവിഡൻസ് കിട്ടിയാലും വിടരുത്. ബട്ട് ഗേസ് വാട്ട്, ഒന്നും തന്നെ കിട്ടുന്നില്ല. ഈ നടന്ന കൊലപാതകം ചീഫിനെ ഭയങ്കര മാനസികമായിട്ട് ബാധിക്കുന്നു. അയാളുടെ ഉള്ളിൽ എന്തോ ഒരു മനസാക്ഷിക്കുത്തു പോലെ താൻ കാരണമാവും ഈ ഒരു കുട്ടി കൊല്ലപ്പെട്ടത് എന്നോർത്തിട്ട്. കാരണം ഇയാൾക്ക് 2 പെൺകുട്ടികളെ ഉള്ളേ. അപ്പോൾ ഇയാളുടെ വൈഫ് പറയുന്നുണ്ട്, താനെങ്ങാനും ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളെയാണ് ജയിലിൽ അയച്ചത് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മാത്രമല്ല ഞങ്ങൾ ഈ 3 പേരുടെ ജീവിതവും തൊലയും. അതുകൊണ്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് വൈഫ് പറയുന്നു. ഈ 3rd അപ്പീലും റിജക്ട് ആയതിനെ തുടർന്ന് ആഘോഷ് ഭയങ്കര ഡെസ്പറേറ്റ് ആവാണ്. അവന് രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. അവൻ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു. ഇപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, അവൻ എന്നൊരു നോർമൽ ആയിട്ടുള്ള ഒരു കുറ്റസമ്മതം നടത്തുമായിരുന്നില്ല. ഇവനെ അറസ്റ്റ് ചെയ്ത പാട് തന്നെ പോലീസ് ഇവനെ 3ാം മുറ കൊടുത്ത് കുറ്റസമ്മതം നടത്താൻ വേണ്ടിയായിരുന്നു അവരുടെ ശ്രമം. അന്നത്തെ ആ ഒരു ട്രോമയിലും ആ ഒരു കൺഫ്യൂഷൻസിലെല്ലാം അവനെ ഒരു മെന്റലി അവൻ ശരിയല്ലായിരുന്നു. അങ്ങനെ അവൻ സമ്മതിച്ചു പോകുന്നത്. എന്നാൽ തിരുത്താനോ പിന്നീട് അവനൊരു അവസരം കിട്ടുന്നുമില്ല. സോ ഈ അപ്പീലും കൂടെ ക്യാൻസൽ ആയപ്പോൾ ഇവൻ എന്ത് ചെയ്തു, അവൻ ഒളിപ്പിച്ചു വെച്ച ഒരു സൂചി അത് വെച്ചിട്ട് രാത്രി കിടന്നുറങ്ങുമ്പോൾ അവൻ കൈ മുറിച്ചിട്ട് അങ്ങ് കിടന്നുറങ്ങി, അങ്ങ് ചത്തേക്കാം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ രാത്രിയിൽ ഈ ഒരു രക്തമെല്ലാം പുറത്തോട്ട് വരുന്നത് കണ്ട് ഇവന്റെ സെൽമേറ്റ് ആണ് ഒച്ചയും ബഹളം ഉണ്ടാക്കി ഇവനെ രക്ഷപ്പെടുത്തുന്നത്. സോ അങ്ങനെ ഈ ഒരു വിഷയം അറിഞ്ഞിട്ട് അവിടേക്ക് പ്രോസിക്യൂട്ടർ വന്നിട്ട് ആ ഒരു സെല്ല് നോക്കുന്നുണ്ട്. അങ്ങനെ സെല്ല് അരിച്ച് ഇറക്കിയപ്പോഴാണ് കട്ടിലടിയിലായിട്ട് അവനൊരു പേപ്പർ കിട്ടുന്നു. അത് ആ ഒരു 3rd അപ്പീലിന്റെ റിജക്ഷൻ പേപ്പർ ആയിരുന്നു. സോ ഇത് കാരണമാണ് അവൻ സൂസൈഡിന് ശ്രമിച്ചത് എന്നൊരു കാര്യം ഇവൻ റിയലൈസ് ചെയ്യുന്നു. ഒട്ടും വൈകിച്ചില്ല, ഇവൻ നേരെ ആഘോഷിന്റെ പെങ്ങളെ ചെന്ന് മീറ്റ് ചെയ്യുന്നു. എൻ്റെ അനിയൻ ആ ഒരു കൊലപാതകം എന്തായാലും ചെയ്തിട്ടുണ്ടാവില്ല, കാരണം അവൻ ആ കുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നിങ്ങൾ പോലീസുകാരുടെ അനാസ്ഥ കാരണമാണ് അവനിപ്പോൾ ജയിലിൽ കിടക്കുന്നത്. ഓ അത് ശരി, കുറ്റസമ്മതം നടത്തി നിന്റെ ആങ്ങളെ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. ഞങ്ങളുടെ ഫാമിലിയിലെ ചില പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ അവൻ അത്രയധികം മെന്റലി സ്റ്റേബിൾ അല്ല. അവൻ ചെറിയൊരു കുട്ടിയെ പോലെ അവൻ പെട്ടെന്ന് പേടിക്കും, അവൻ കൺഫ്യൂസ് ആവും. അങ്ങനെ സംഭവിച്ചാണത്. അവനല്ല ഒരു കൊലപാതകം ചെയ്തതെന്ന് ഇവള് തറപ്പിച്ച് പറയുന്നു. അവിടെ നിന്ന് അങ്ങനെ ഇദ്ദേഹം വീട്ടിലെത്തിയ സമയത്ത് ഇയാളുടെ പേരിൽ ഒരു ലെറ്റർ വന്നിരിക്കുന്നു. ആരാ അയച്ചേ എന്നൊന്നുമില്ല, പക്ഷെ അതിനകത്ത് ആ ഒരു ആഘോഷിന്റെ കേസ് ഫയൽ മൊത്തം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇതിനകത്തെ പല കീ പോയിന്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്റ്റ് ആവുന്നുണ്ട്. അതിലും പ്രധാനമായിട്ടും ആ ഒരു കൃത്യം നടന്നു എന്ന് പറയപ്പെടുന്ന സമയത്ത് ഇവൻ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതായിട്ട് കണ്ട ഒരു ദൃക്സാക്ഷിയുണ്ട്. ഒരു ലെവൽ ക്രോസ് എല്ലാം കഴിഞ്ഞിട്ട് വേണം ഇവന് വീട്ടിലോട്ട് പോകാൻ. സോ ആ സമയം പാസ്സായ ഒരു ട്രെയിനിലെ ട്രെയിൻ ഓപ്പറേറ്റർ ഇവൻ തിരിച്ച് വീട്ടിലോട്ട് സൈക്കിളായി പോകുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഐ വിറ്റ്നസിന്റെ കാര്യം പിന്നീട് അങ്ങോട്ട് ഈ ഒരു കേസിൽ മെൻഷൻ ആവുന്നില്ല. ഇങ്ങനെ എന്ത് ചെയ്തു, അതിന്റെ പ്രാക്ടിക്കാലിറ്റി അറിയാൻ വേണ്ടി അന്ന് നടന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. അതായത് ആഘോഷ ആ ഒരു കൃത്യം ചെയ്തു എന്ന് പറയപ്പെടുന്ന ആ ഒരു സമയം, അതിനുശേഷം അത് കഴിഞ്ഞ് അവൻ വീട്ടിലോട്ട് പോയ സമയം, ഈ ദൃക്സാക്ഷി കണ്ട സമയവും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അവൻ എത്ര വേഗം സൈക്കിൾ ഓടിച്ചാലായിരിക്കും അവൻ ആ ഒരു വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടാവുക ഇയാൾ ഈ കാണാൻ വേണ്ടി എന്ന രീതിയിൽ ഇവൻ ഓടിച്ചു നോക്കുന്നു. എന്നാൽ ഇവൻ ചത്തുകുത്തി ഓടിച്ചിട്ടും ആ ഒരു ടൈമിംഗ് ഇവന് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഒബ്വിയസ്ലി ഇതെല്ലാം ശരിയാണെങ്കിൽ ആഘോഷം ആയിരിക്കത്തില്ല കൊലയാളി, എങ്കിൽ ആര്? ഇങ്ങനെ ഇദ്ദേഹം കണ്ടുപിടിക്കുന്ന ഈ ഒരു കേസ് ഫൈൻഡിങ്സും ഈ കേസിനെ പറ്റിയുള്ള കൺഫ്യൂഷൻസും ഇതെല്ലാം തന്നെ ഈ ഒരു കേസ് പെട്ടെന്ന് തീർക്കണം എന്ന് പറഞ്ഞ ആ ഒരു ഹയർ ഒഫീഷ്യൽ ഉണ്ടല്ലോ അയാളുടെ മുമ്പിലോട്ട് എത്തിക്കുന്നു. എന്നിട്ട് ഈ ഒരു കേസ് റീഓപ്പൺ ചെയ്യണം, ഈ കേസും ഇപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്നും ഇത് പ്രോപ്പറായിട്ട് അന്വേഷിച്ചാൽ മാത്രമാണ് നമുക്ക് പ്രതിയെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നും പറയുന്നു. ഈ ഹയർ ഒഫീഷ്യലും ചെറുതായിട്ട് പതറുന്നുണ്ട്. കാരണം ഇവൻ മുമ്പോട്ട് വെക്കുന്നത് വലിയൊരു അക്യൂസേഷനാണ്. അത്യാവശ്യം നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾക്കെതിരെയാണ് ഇവൻ ഇങ്ങനെ ഒരു അക്യൂസേഷൻ വെക്കുന്നത്. സോ തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവരും പെടും. ഇതെങ്ങാനും പുറത്തെറിഞ്ഞ ഡിപ്പാർട്ട്മെന്റിന്റെ മാനം തന്നെ പോകും. സോ ഒരു കാര്യം ചെയ്യും, നീ ഒരു കേസ് അന്വേഷിച്ചു, പക്ഷേ സീക്രട്ട് ആയിട്ട്. 3ാമതൊരാൾ ഈ ഒരു വിഷയത്തിനെ പറ്റി അറിയരുത്. അവിടെ കെട്ടിയതിൽ ചീഫും ഇൻസ്പെക്ടറും എന്ന സംസാര രീതിയിൽ കാണിക്കുന്നുണ്ട്. എടോ നിങ്ങളല്ലോടോ അവനെ എൻ്റെ മുമ്പിലോട്ട് കൊണ്ടെത്തിച്ചു തന്നെ, ഇവനാണ് പ്രതി, ഇവൻ കുറ്റം സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ കുറ്റസമ്മതം അത് ശരിക്കുള്ളതല്ലേ, അവൻ നിങ്ങൾ ഫോഴ്സ് ചെയ്തൊന്നുമല്ലല്ലോ. ഞാൻ അവനെ അടിക്കണം ഉപദ്രവിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ അങ്ങനെ സംഭവിച്ചു. അങ്ങനെയുള്ള കാര്യം എന്തിനാണ് എന്നിൽ നിന്ന് മറച്ചത്? എടോ താനല്ല ഞങ്ങളുടെ തലയിലോട്ട് ഇടാൻ വേണ്ടി നോക്കണ്ട കേട്ടല്ലോ. തൻ്റെ കയ്യിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരുന്നല്ലോ, താനൊന്ന് രണ്ടാമത് ക്രോസ് ചെക്ക് ചെയ്തില്ലല്ലോ. ആഘോഷിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കോടാലിയിൽ ഉണ്ടായിരുന്ന രക്തം ലാബിൽ കൊണ്ട് കൊടുക്കാൻ ഞാൻ എന്നോട് പറഞ്ഞല്ലേ, താൻ കൊടുത്തില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് കേസ് തീർക്കാൻ വേണ്ടി ചാർജിന് നേരെ ചാർജ് എന്ന് പറഞ്ഞ് അവന്റെ നേരെ തള്ളിക്കെട്ടുമായിരുന്നില്ലേ. 2 ആഴ്ചയ്ക്ക് മുമ്പ് അവൻ കൊന്ന ഏതോ പക്ഷിയുടെ ബ്ലഡ് ആണെന്ന് നമ്മൾ പിന്നീടല്ല അറിഞ്ഞേ. തനിക്കിപ്പോൾ എന്താ, താൻ ഇവിടുന്ന് പ്രൊമോഷൻ കിട്ടി എങ്ങോട്ടോ പോയി, ഞാനല്ലേ ഇവിടെ കിടന്ന് ഇങ്ങനെ അഴുകുന്നേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചൂടായിട്ട് ഇൻസ്പെക്ടർ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇവിടെ നടന്ന ഈ ഒരു കോൺവെർസേഷൻ എല്ലാം തന്നെ പുറത്തിരിക്കുന്ന നമ്മുടെ പ്രോസിക്യൂട്ടർ കേൾക്കുന്നുണ്ടായിരുന്നു. സംശയം തോന്നി ഇവൻ എന്ത് ചെയ്തു, സീനിയറിന്റെ ഓഫീസ് തന്നെ ബഗ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ഇവൻ ഭയങ്കര ഫ്രസ്ട്രേറ്റ് ആവുന്നു. ഇങ്ങനെ പുറത്ത് നിന്ന് ഇവന് ചെയ്യുന്ന കാര്യമെല്ലാം തന്നെ ചീഫിന്റെ ഒരാൾ ഇവന്റെ കൂട്ടത്തിൽ തന്നെ ഇവന്റെ ടീമിൽ തന്നെ ഉണ്ട്. അവൻ ഒളിഞ്ഞു നിന്ന് ഇതെല്ലാം നോട്ട് ചെയ്യുന്നു. അവിടെ കിട്ടിയതിൽ ചീഫ് നേരെ ആഘോഷിനെ നേരിട്ട് കാണാമെന്ന് പറഞ്ഞ് ജയിലിലോട്ട് ചെല്ലുന്നു. ആഘോഷ് ഇതുവരെ നീ 3 പ്രാവശ്യം അപ്പീലിന് പോയി, ആ 3 പ്രാവശ്യവും എൻ്റെ മുമ്പിലാണത് വന്നത്. ഞാനാണത് ക്യാൻസൽ ചെയ്ത് വിട്ടത്. നിനക്കൊരവസരം കൂടെ തരാം, അന്ന് ശരിക്കും എന്താ സംഭവിച്ചതെന്ന് ഒരു വള്ളിയും പുള്ളിയും തെറ്റാതെ നീ എന്നോട് പറയണം. അങ്ങനെ പറയുവാണെങ്കിൽ നിനക്ക് വേണ്ടി മേ ബി ഞാൻ ഈ ഒരു കേസ് റീഓപ്പൺ ചെയ്യാം. വിശ്വസിച്ചു പോകുന്ന ആഘോഷ് എന്ത് ചെയ്തു, അവൻ അവളുടെ സത്യമെല്ലാം തുറന്നു പറയുന്നു. സോ ബേസിക്കലി ഇവൻ കൊന്നു എന്ന് പറയപ്പെടുന്ന ഒരു പെൺകുട്ടിയെ ഇവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളുടെ പിന്നാലെ തന്നെ അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു ട്രക്ക് ഡ്രൈവർ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ജലസായി. എനിക്ക് അവളെ കല്യാണം കഴിക്കണം, കെട്ടണം എന്നായി. പക്ഷെ ആ ഒരു ഐഡിയ അവൾക്കുണ്ടായിരുന്നില്ല. സോ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവളെ എതിർത്തു. എനിക്കത്
ഇഷ്ടപ്പെട്ടില്ല, ദേഷ്യം വന്നു, നല്ല ദേഷ്യം വന്നു. എനിക്ക് അവളെ അപ്പം തന്നെ അടിച്ച് കൊല്ലണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല. ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് അങ്ങനെ അവളുടെ വീട്ടിലോട്ട് പോയി, അവളെ വിഷം വെച്ച് കൊല്ലാം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിനും എനിക്ക് സാധിച്ചില്ല. ഞാൻ ആ ഒരു വിഷം തിരിച്ചെടുത്തുകൊണ്ട് വന്നു. എന്നാൽ പിറ്റേ ദിവസം അവൾ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരധികം കൺഫ്യൂസ് ആയി. ഇനി എങ്ങനെ ഞാൻ തന്നെയാണോ അവളെ കൊന്നേ എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ വന്നു. എന്നാൽ അതൊന്ന് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ തന്നെ പോലീസുകാർ എന്നെ അറസ്റ്റ് ചെയ്തു. അപ്പോഴത്തെ ഒരു കൺഫ്യൂഷനിലും മെന്റൽ സ്റ്റേറ്റിലും ഞാനാണ് ചെയ്തതെന്ന് അങ്ങ് സമ്മതിച്ചു പോയി. അപ്പോൾ ചീഫ്, ഇല്ല എനിക്ക് മനസ്സിലായില്ല, അവൾ വിഷം കുടിച്ചല്ല മരിച്ചതെന്ന് നിനക്കറിയത്തില്ലായിരുന്നു? ഇല്ല, എന്നോട് ആരും അത് പറഞ്ഞില്ല, എന്നോട് അതെല്ലാം വൈകിയ പറയുന്നത്. അവളെ വേറെ ആരോ റേപ്പ് ചെയ്ത കൊന്നേ എന്നറിഞ്ഞപ്പോൾ ഞാൻ അവളുടെ വീട്ടിൽ വിഷം വെക്കാൻ വേണ്ടി പോയി എന്നൊരു കാര്യം മറയ്ക്കാൻ വേണ്ടി ഞാൻ ആ സമയം എൻ്റെ അമ്മയുടെ വീട്ടിലായിരുന്നു എന്നൊരു കള്ളം ഞാൻ പറഞ്ഞു. അത് പെട്ടെന്ന് തന്നെ ഞാൻ കള്ളം പറഞ്ഞാണെന്ന് അവർ കണ്ടുപിടിച്ചു. പിന്നീട് അവരെന്നെ അടിക്കാൻ തുടങ്ങി, ഉപദ്രവിക്കാൻ തുടങ്ങി. പിന്നെ ഒരു പോയിന്റിൽ സഹിക്കാൻ പറ്റാതെയാണ് ഞാൻ കുറ്റം സമ്മതിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യമല്ല ഇവൻ പറഞ്ഞ ശേഷം ചീഫ് പറയുക, എടാ നീ ഇങ്ങനെ സത്യം മറച്ചു വെച്ചതുകൊണ്ട് ശരിക്കുള്ള കൊലപാതകം ഇവിടെ രക്ഷപ്പെട്ടെ. അവനിപ്പോൾ വീണ്ടും പെൺകുട്ടികളെ കൊന്നുകൊണ്ടിരിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ നീ ഇതിനൊരു കാരണക്കാരനാണ്. ഇത്രയും നാൾ നീ ഇവിടെ കിടന്നില്ലേ, ഇനി ബാക്കിയും കൂടെ നീ ഇവിടെ കിടന്നു. ശരിക്കുള്ള കൊലപാതകം ഞങ്ങളൊന്ന് പിടിക്കട്ടെ. നീ ഇപ്പോൾ പുറത്ത് വന്ന് അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. എടോ താൻ സഹായിക്കാന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഇതെല്ലാം പറഞ്ഞു. ഞാൻ നിന്നെ സഹായിക്കുവാണ് ആഘോഷ് ഇങ്ങനെ എന്നും പറഞ്ഞ് ചീഫ് അവിടുന്ന് പോവുകയാണ്. സോ അവിടെ കിട്ടിയത് നമ്മുടെ പ്രോസിക്യൂട്ടർ അവൻ ഇത്രയും നാളും കണ്ടുപിടിച്ച ആ ഒരു കേസും പഴയ കേസിൻ്റെയും എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും കമ്പൈൻ ചെയ്ത് ഹയർ ഓഫീഷ്യൽസിന് മുമ്പായി അവൻ ഹാജരാക്കുന്നു. അവൻ്റെ ശരീരം എങ്ങനെയാണ്, അവൻ്റെ മോഡസ് ഓഫ് ഓപ്പറാൻഡി എങ്ങനെയാണ്, വിക്ടിംസിനെ കൊന്നു കഴിഞ്ഞും അവൻ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ താൻ സെക്ഷലി ഇൻഫീരിയർ ആണ് എന്ന് പറയുന്നൊരു തോന്നലുള്ളവനായിരിക്കാം. സൈക്കോളജിക്കലി അൺപ്രഡിക്റ്റബിളും അതേസമയം മെന്റലി സ്റ്റേബിളും അല്ലാത്തൊരുത്തൻ. പക്ഷേ നമ്മളെല്ലാവരെയും പോലെയും ഈ നാട്ടിൽ തന്നെ ഒരു സാധാരണ ഫാമിലി എല്ലാമായിട്ട് നടക്കുന്ന ഒരാളായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രതിയെ പറ്റിയുള്ള ഒരു ഓവറോൾ ലുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ചീഫ് ഇടയിൽ കയറിയിട്ട് ഇത്രയായിട്ടും ഇവർക്കൊരു സസ്പെക്ട് ഇല്ല, പിന്നെ ഈ അന്വേഷണം എങ്ങോട്ട് എവിടെ എത്തുന്നില്ലല്ലോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കേസ് വേറെ ആരെങ്കിലും ഹാൻഡിൽ ചെയ്യണം. ഇത് നിങ്ങളിൽ ആര് ചെയ്താലും എനിക്ക് വിരോധമില്ല, പക്ഷേ എനിക്ക് ഈ കേസ് പെട്ടെന്ന് തന്നെ സോൾവ് ആയി കിട്ടണം. മർഫൂത്ത് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ഷൂ ഫാക്ടറിക്ക് അറിയപ്പെട്ടുകൊണ്ടിരുന്നതിന് പകരം ഇപ്പോൾ ഒരു കൊലയാളിയുടെ പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് ഇൻ മൈ ടൗൺ എനിമോർ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഭയങ്കര കർക്കശമായിട്ട് പറയുന്നുണ്ട്. അവിടെ കേട്ടതിൽ അടുത്ത ഷോട്ടിൽ നമ്മുടെ കില്ലർ അവൻ്റെ ട്രക്ക് പാർക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ ഒരു അയൺ ഹുക്ക് വന്നിടിച്ച് ആ ഒരു വണ്ടിയുടെ കണ്ണാടി പൊട്ടിപ്പോകുന്നു. അവനും അതൊരു വലിയൊരു പ്രശ്നമായിട്ട് എടുക്കുന്നില്ല, അത് പിന്നീട് മാറ്റാം എന്നൊരു മൈൻഡിലാണ് അവനിരിക്കുന്നത്. അങ്ങനെ രാത്രിയാവുന്നു. അവൻ്റെ ട്രക്ക് എടുത്ത് പൊക്കോണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ വൈഫിൻ്റെ കൂട്ടുകാർ റോട്ടിൽ വെച്ച് കാണാനിടയാവുന്നു. ഇവനും കാഷ്വലായിട്ട് ഇറങ്ങിച്ചെന്ന് അവളോട് സംസാരിക്കുന്നുണ്ട്. എഗെയിൻ സ്ഥിരം പല്ലവി, ലിഫ്റ്റ് കൊടുക്കാം എന്ന് പറഞ്ഞ് ഇവിടെ വണ്ടിയിലോട്ട് കയറ്റുന്നു. വണ്ടിയിൽ ഇവരിങ്ങനെ സംസാരിച്ച് പോയി ഒരു ആളാനൊക്കെ ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് ഇവളെ റേപ്പ് ചെയ്യുന്നു. ഇവളെ റെസിസ്റ്റ് ചെയ്യുന്നു. എഗെയിൻ കഴുത്ത് നേരിച്ച് അവളെ കൊല്ലുവാണ്. ആ ഒരു വെപ്രാളത്തിൽ ഇവൾ ആ ഒരു ബാക്കിൽ പൊട്ടിയ ഗ്ലാസ്സിൽ കൈവയ്ക്കുന്നുണ്ട്. ആ പെങ്കുച്ചിനെ കൊന്ന് പീഡിപ്പിച്ചിട്ട് അവൻ നിർത്തിയില്ല, അവളുടെ മാറിടം ഇവൻ മുറിച്ചെടുക്കുന്നു. ഇങ്ങനെ ആൾക്കാരെ ഭയങ്കര ക്രൂരമായിട്ട് നോയിപ്പിക്കുമ്പോൾ ഇവൻ എന്തോ തരത്തിലുള്ള ഒരു ഹൈ കിട്ടുന്നു, അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഇവൻ ട്രക്കുമായിട്ട് ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഈ ഒരു ബോഡി നിലത്തുള്ള പുഴയിലോട്ട് വലിച്ചെറിയുന്നു. ഇവൻ അവിടെയും തെളിവുകളൊന്നും വിടാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയാണ്. ഇതേ സമയം വീട്ടിൽ ഹസ്ബൻഡ് എപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് കില്ലറിന് വേണ്ടി ഈ വൈഫ് ഇവിടെ കാത്തിരിക്കുക. കുറേ നാളായിട്ട് അയാൾ ഇവളോട് വലിയ അടുപ്പമൊന്നും കാണിക്കുന്നില്ല. സോ അയാളെ എങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇവൾ ശ്രമിക്കുന്നത്. സോ എന്നത്തെ ഉള്ള പരിപാടിയിൽ നിന്ന് ഒരു ചേഞ്ചിന് വേണ്ടിയാണ് ആ ഒരു വിഗും അങ്ങനെയുള്ള പരിപാടിയെല്ലാം അവൾ അന്ന് ചെയ്തത്. സോ അതേപോലെ ഇന്നും കുറച്ച് മേക്കപ്പ് എല്ലാം വേറൊരു ലുക്കിൽ അയാൾക്ക് വേണ്ടി ഇവൾ കാത്തിരിക്കുന്നു. കില്ലറും വീട്ടിലോട്ട് വരുന്നു. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശാന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ടാണ് വൈഫ് ഒരു കാര്യം നോട്ട് ചെയ്യുന്നത്. എന്ത്, ഇവന് കിതപ്പ് വന്നപ്പോൾ ഇവന്റെ ശ്വാസം എടുക്കുന്ന രീതി കുറച്ച് മാറി. അതവൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുന്നുണ്ട് ഇവളെ അറ്റാക്ക് ചെയ്തവനും ഏതാണ്ട് ഇതേപോലെയാണ് കിതച്ചിട്ടുണ്ടായിരുന്നത്. സോ തന്റെ ഹസ്ബൻഡ് തന്നെയാണോ തന്നെ ആക്രമിച്ചത് എന്നൊരു തോന്നൽ ഇവളുടെ ഉള്ളിലോട്ട് വരുന്നു. അവൾ അന്നേ പറഞ്ഞില്ല അതിൽ എന്തൊരു ഫെമിലാരിറ്റി ഉണ്ടെന്ന്. അതെന്താണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത് ഇവളെ തിരിച്ചറിഞ്ഞു. അവിടെ കെട്ടിയതിൽ പിറ്റേ ദിവസം പോലീസിന് ആ ഒരു പെൺകുട്ടിയുടെ ബോഡി കിട്ടുകയാണ്. അവരും അതിനെ ഒട്ടോപ്സി ചെയ്ത് നോക്കുന്ന സമയത്ത് അൺലൈക്ക് പ്രീവിയസ് ടൈംസ് ഇപ്രാവശ്യം അവർക്കൊരു സോളിഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് കിട്ടുകയാണ്. അവളുടെ കയ്യിൽ നിന്നും ഒരു ഗ്ലാസ് പീസ് കിട്ടുന്നു. ഇത്രയും നാളും നോക്കിയിട്ട് ഇവർക്ക് ഒരു തരത്തിലുള്ള എവിഡൻസ് കിട്ടിയിട്ടില്ല. ഇപ്രാവശ്യം ഈ ഒരു ഗ്ലാസ് പീസ് കിട്ടിയിരിക്കുകയാണ്. സിമിലർ കൈൻഡ് ഓഫ് ഗ്ലാസ് പീസ് ആ ഒരു പാലത്തിൻ്റെ അവിടെ, ആ ഒരു ക്രൈം സീൻ്റെ അവിടെയും ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഗ്ലാസ് പീസ് ഏതാണെന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് ട്രക്കിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഹാർഡ് ഗ്ലാസ് ആണ്. ഈ സ്ഥലങ്ങളിൽ ട്രക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഷൂ ഫാക്ടറി മാത്രമാണ്. സോ ഡയറക്റ്റ് ആയിട്ട് ഫാക്ടറി ചെന്ന് അന്വേഷിക്കാം എന്നിവർ തീരുമാനിച്ച് ഫാക്ടറിയിലോട്ട് ഇവർ പോവാണ്. ഇതേസമയം കില്ലർ അവൻ്റെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാമെന്ന് പറഞ്ഞ് വൈഫിനെയൊക്കെ കെട്ടിപ്പിടിച്ച് ബായ് പറഞ്ഞ് പോയപ്പോൾ അവൾ ഉറപ്പിച്ചു തൻ്റെ ഭർത്താവാണ് എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു കൊലയാളി എന്ന് പറഞ്ഞ സത്യം അവൾ തിരിച്ചറിഞ്ഞു. പക്ഷേ ഒരു കൊച്ചിനെ വെച്ച് ഇവളിനെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞൊരു ധർമ്മസങ്കടത്തിലാണ് ഇവളിപ്പോൾ ഉള്ളത്. ഇപ്പോഴത്തെ കില്ലറും ഫാക്ടറിയിലോട്ട് ട്രക്കുമായിട്ട് എത്തുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് പോലീസുകാർ വരുന്നു. അവർ ഓരോ ട്രക്കായിട്ട് കയറി ഇറങ്ങി അന്വേഷിക്കുന്നു. ഇതെല്ലാം തന്നെ ദൂരത്തിരുന്ന് കില്ലർ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇവരെന്താ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ്. അവൻ അറിയുന്നില്ല ആക്ച്വലി പോലീസ് എന്തിനു വേണ്ടി ഇവിടെ വന്നതെന്ന്. അപ്പോഴാണ് നമ്മുടെ പ്രോസിക്യൂട്ടറിന് കില്ലറിന്റെ വണ്ടിയിൽ നിന്ന് ആ ഒരു പൊട്ടിയ ഗ്ലാസ് പീസ് കിട്ടുന്നത്. അവൻ അപ്പോഴേക്കും ആ ഒരു ട്രക്കിന്റെ ഗ്ലാസ് ഒക്കെ മാറ്റിയായിരുന്നു. എന്നാൽ വണ്ടിക്കുള്ളിൽ പെട്ട് കിടന്ന കുറച്ച് പീസസ് എല്ലാം ക്ലീൻ ചെയ്യാൻ അവൻ വിട്ടുപോയെന്ന് തോന്നുന്നു. അതാണ് ഇപ്പോൾ പ്രോസിക്യൂട്ടറിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രക്കിന്റെ ഡീറ്റെയിൽസ് എടുത്ത് ആ ഒരു ട്രക്ക് ആരോ ഓടിച്ച്
ഓടിച്ചത്, ആ സമയം ആരോ ഓടിച്ചത്, ആ ഡ്രൈവറുടെ വീട്ടിലോട്ട് ഈ ഒരു നമ്മുടെ പ്രോസിക്യൂട്ടർ ചെല്ലുന്നു. വേറെ ആരുടെയല്ല, കില്ലറിന്റെ വീട്ടിലോട്ടാണ് ഇങ്ങനെ ചെല്ലുന്നത്. എന്നിട്ട് വൈഫിനോട് നിങ്ങളുടെ ഹസ്ബൻഡ് ഇന്നലെ ഏത് ഡ്രസ്സ് ഇട്ടേ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവളും ആ ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഫാക്ടറിയിൽ ഇൻസ്പെക്ടർ ഇരുന്നിട്ട് ഓരോ ട്രക്ക് ഡ്രൈവേഴ്സിനെ ആയിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കില്ലറിനെയും ഇവൻ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ ഒരുപടി മൂളി പോയിട്ട് സാറേ എൻ്റെ വൈഫിനെ അവൻ കുറച്ച് നാൾ മുമ്പ് അറ്റാക്ക് ചെയ്തായിരുന്നു, അവനെ അടുത്തെങ്ങാനും പിടിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു. അതിനാടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവനോട് പോകാൻ പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഇൻസ്പെക്ടർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൻ്റെ നടത്തത്തിൽ അവൻ്റെ ഷൂയിൽ നിന്ന് എന്തൊരു ശബ്ദം വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അന്ന് ഇവനെ ഫോളോ ചെയ്ത 2 ആൾക്കാർ കൊടുത്ത മൊഴിയിൽ ഈ ഒരു ഷൂയിൽ നിന്ന് വരുന്ന ശബ്ദത്തിൻ്റെ കാര്യം ഇയാൾക്ക് ഓർമ്മ വന്നത്. ഇതേസമയം ഇപ്പുറത്ത് വീട്ടിൽ ഭാര്യ കൊടുത്ത ഒരു ഡ്രസ്സിനകത്ത് മർഡറുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു തെളിവ് ഇവന് കിട്ടുന്നു. ഇപ്പുറത്ത് ഇവൻ ഭയങ്കര കാഷ്വലായിട്ട് ഇറങ്ങി നടന്നപ്പോൾ ഈ ഒരു ശബ്ദം കേട്ട് ഇൻസ്പെക്ടർ ഇവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. തൻ്റെ പിന്നാലെ ഇൻസ്പെക്ടർ വരുന്നുണ്ടെന്നുള്ള കാര്യം ഇവനും അറിയാം. പക്ഷെ വലിയ ഭാവമാറ്റം ഇല്ലാതെ ഇവൻ നടക്കുക. അപ്പോഴാണ് അവിടേക്ക് ഓടിപ്പടച്ച് നമ്മുടെ പ്രോസിക്യൂട്ടർ എത്തുന്നത്. സംഭവം പണി ബാളിന്ന് മനസ്സിലാവുന്ന കില്ലർ എന്ത് ചെയ്തു, അപ്പം തന്നെ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കി. ഇവർ രണ്ടുപേരും അവൻ്റെ പിന്നാലെയുണ്ട്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞ് എങ്ങോട്ടേക്കോ പോകാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും വിടുന്ന മട്ടയില്ല. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ വേറെ വഴിയില്ല എന്ന് മനസ്സിലാവുന്ന കില്ലർ എന്ത് ചെയ്തു, ക്ലിഫിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടാൻ തീരുമാനിക്കുന്നു. പോലീസിന്റെ കൈപ്പെടുന്നതിനേക്കാളും നല്ലത് ചത്തു പോകുന്നത് എന്ന് ഓർത്തിട്ടായിരിക്കണം അവൻ ചാടിയിട്ടുണ്ടാവുക. പക്ഷേ പാവം ഇവൻ അറിയാതെ പോയ കാര്യം, ഇവനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന പ്രോസിക്യൂട്ടർ അത്യാവശ്യം നല്ലൊരു ഡൈവറാണ്. അവനൊക്കെ ചാവേണ്ട സാറേ, അവനെ ചാവൻ വിട്ടേക്ക് എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞപ്പോൾ അപ്പോൾ ജയിലിൽ കിടക്കുന്ന ഇന്നസെന്റോ എന്നും പറഞ്ഞ് ഇയാൾ ഒന്നും നോക്കിയില്ല, നേരെ ആ ഒരു വെള്ളത്തിലോട്ട് അങ്ങ് എടുത്ത് ചാടി. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു കില്ലറേയും ഇയാൾ പിടിച്ചു പൊക്കി വെള്ളോട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നു. ഈ കൊലപാതകം എല്ലാം ചെയ്തത് നീയല്ലേ, എനിക്കറിയാം നീയാണെന്ന്. ആഹാ, കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ, ഭയങ്കര പെട്ടെന്നായി പോയല്ലോ, എന്നാ പറ്റി എന്നിങ്ങനെ ഒരുമാതിരി ആളെ കളിയാക്കുന്ന രീതിയിൽ കില്ലർ മറുപടി പറയുന്നു. ആകമത്തിൽ പൊളിഞ്ഞിരിക്കുന്ന ഇൻസ്പെക്ടർ എന്ത് ചെയ്തു, അവൻ്റെ തല പിടിച്ച് പൊട്ടാന്ന് 4 അടി. അതിനുശേഷം പ്രോസിക്യൂട്ടർ വന്ന് എന്തിനു വേണ്ടി നീ ഇതെല്ലാം ചെയ്തേ, 1957 ആഘോഷ് റേറ്റിലെ കേസിൽ നീയാണ് ആ ഒരു പെൺകുട്ടിയെ ശരിക്കും കൊന്നത്. അത് കഴിഞ്ഞ് ഏതാണ്ട് 7 വർഷം കഴിഞ്ഞ് നീ വീണ്ടും കൊലപാതകം ചെയ്തു. അതിൽ കുറച്ചുപേരെ പീഡിപ്പിച്ചു, കുറച്ചുപേരെ പീഡിപ്പിച്ചില്ല. നീ എന്തിനെങ്ങനെയെല്ലാം ചെയ്തേ എന്ന രീതിയിലൊരു ചോദ്യം. അതിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവാനാ, നിങ്ങൾ ഇതിനു മുമ്പ് വല്ല റേപ്പ് ചെയ്തിട്ടുണ്ടോ? അതിന് പ്രോസിക്യൂട്ടറും ഇല്ല. ഇങ്ങനെയുള്ള ഒരാളോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ? ശരി പോട്ടെ, ഞാൻ എന്തായാലും പറഞ്ഞു നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. എനിക്ക് സാധാരണ ആളുകളെ പോലെ പെട്ടെന്ന് അങ്ങ് ടേൺ ഓൺ ആവാൻ പറ്റത്തില്ല. ശരാശരി ഒരാൾക്ക് സെക്ഷലി അറൗസ് ചെയ്യുന്ന ആ ഒരു ഫാക്ടേഴ്സ് ഒന്നും എനിക്കത് ആപ്ലിക്കബിൾ ആവത്തില്ല. എന്നാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ കല്യാണം ഉറപ്പിച്ചു. ഹണിമൂണിന് എൻ്റെ വൈഫിനെ ഡിസപ്പോയിൻറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഒരു ട്രയൽ പോകാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോഴാണ് എലിസബത്തിനെ പറ്റി ഓർത്ത്. ഞാനും അവളും തമ്മിൽ ചെറിയൊരു റിലേഷൻ ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾക്കിടയിൽ ഒന്നും നടക്കാത്തപ്പോൾ അവൾ എന്നിൽ ബോറടിച്ചിട്ട് അവളങ്ങ് പോയി. പിന്നീടാണെന്ന് തോന്നുന്നു അവൾ ആഘോഷിനോട് റിലേഷനിലാവുന്നത്. 2 ആഴ്ച കഴിഞ്ഞ കല്യാണമാണ്. അങ്ങനെ ഇരിക്കും ഒരു രാത്രിയാണ് എലിസബത്തിനെ ഞാൻ കാണുന്നത്. അന്ന് അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി ആഘോഷം വന്നായിരുന്നു. അവർ രണ്ടുപേരും ഞാൻ ഫോളോ ചെയ്തു. അന്ന് അവർ തമ്മിൽ എന്തൊരു ചെറിയൊരു വഴക്കൊക്കെ വിട്ട് പിരിഞ്ഞു. അവൻ പോയി കഴിഞ്ഞ് അവളെ ഞാൻ ചെന്ന് കണ്ടു. എൻ്റെ പ്രശ്നം ഞാൻ അവളോടും പറഞ്ഞു, അവളുടെ പ്രശ്നം അവൾ എന്നോടും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാര്യങ്ങൾ നടത്തി. പക്ഷെ അവിടെയും ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ടേൺ ഓൺ ആവാൻ പറ്റിയില്ല. എൻ്റെ അവസ്ഥ കണ്ട് നീയൊക്കെ ഒരു ആണാണോടാ എന്നും പറഞ്ഞ് എന്നെ കളിയാക്കിയിട്ട് അവൾ അവിടുന്ന് പോകാൻ നോക്കി. അതെനിക്ക് നല്ലപോലെ കൊണ്ടു. ആ ദേഷ്യത്തിൽ ട്രാക്കിൽ കിടന്നൊരു മെറ്റൽ ബാർ എടുത്ത് ഞാൻ അവളുടെ തല നോക്കി ഒന്നും കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ സർപ്രൈസിംഗ്ലി ഞാൻ ഹാർഡായി, ഞാൻ ടേൺ ഓൺ ആയി. അത് കഴിഞ്ഞ് ഞാൻ അവളെ റേപ്പ് ചെയ്തു. എന്നിട്ട് അവളുടെ ബോഡി സൈഡിൽ കൊണ്ട് ഡംപ് ചെയ്യുകയും ചെയ്തു. ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അതെൻ്റെ മൈൻഡിൽ നിന്ന് വിട്ടു പോയില്ല. എപ്പോഴെല്ലാം എൻ്റെ വൈഫിൻ്റെ കൂടെ ഞാൻ ഇരിക്കുമ്പോഴും ഈ കാര്യങ്ങൾ ഞാൻ ഓർത്തെടുക്കാൻ നോക്കാറുണ്ട്. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മതിയാവാതെ വന്നു. ഞാൻ വീണ്ടും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പോയി. ഇങ്ങനെ കില്ലർ ഈ സത്യങ്ങളെല്ലാം കൺഫസ് ചെയ്തതിനെ തുടർന്ന് നമ്മുടെ ആ ഒരു ആഘോഷ് റിലീസാവുന്നു. അവൻ ഈ ഒരു കേസിൽ ടെക്നിക്കലി നിരപരാധിയാണ്. അതുകൊണ്ട് അവിടെ ഇവനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇവൻ്റെ പെങ്ങൾ വരുന്നുണ്ട്. എനിക്ക് എൻ്റെ മോനെ കാണണം. പക്ഷേ അവൻ്റെ അമ്മ സമ്മതിച്ചിട്ടില്ല ഇതുവരെ. നമുക്ക് സമയമുണ്ടല്ലോ, നമുക്ക് മെല്ലെ അവനെ കാണാം എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നു. അവിടെ കിട്ടിയതിൽ ഈ സത്യങ്ങളെല്ലാം പുറത്തു വന്നതിനെ തുടർന്ന് ചീഫിനെയും ഇൻസ്പെക്ടറെയും ഡീമോട്ട് ചെയ്ത് വേറെ ഏതൊരു സ്ഥലത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്തങ്ങ് വിടുന്നു. തൻ്റെ ഗുരുവിനെ തന്നെ ഇങ്ങനെ ക്രൂശിച്ചല്ലോ എന്ന് പറയുന്നൊരു തോന്നൽ ഇവൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ഈ ഒരു കേസ് സോൾവ് ചെയ്ത ഹാപ്പിനെസ്സിൽ അവൻ അവിടെ നിന്ന് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോവുകയാണ്, സൈക്കിൾ ഓടിച്ചു പോവുമായിരുന്നു. അപ്പം ബാക്കിൽ നിന്ന് ഏതോ ഒരുത്തൻ കാറിൽ വന്ന് ഇവനെ അങ്ങ് ഇടിച്ചിടുന്നു. മോസ്റ്റ് പ്രോബബ്ലി അത് നമ്മുടെ ചീഫായിരിക്കണം. കാരണം അയാളുടെ ജീവൻ തന്നെ ഇവൻ ഇല്ലാതാക്കിയല്ലോ. ഇതേസമയം നമ്മുടെ കില്ലർക്ക് അവന് കിട്ടേണ്ട ശിക്ഷയായിട്ടുള്ള തൂക്കുകയർ തന്നെ കൊടുക്കുകയാണ്. ഇങ്ങനെ ഇവന് തൂക്കിലേറ്റ് കൊല്ലുന്നതും പുറത്തു വന്ന ആഘോഷം അവൻ്റെ ആ ഒരു സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യുന്നതും ഇതെല്ലാം തെളിയിച്ച് നമ്മുടെ പ്രോസിക്യൂട്ടർ അയാളുടെ ജീവനും കൈ പിടിച്ച് റോട്ടിൽ ആക്സിഡൻ്റായി കിടക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു പടം അവസാനിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഡാർക്കാണ്. ഇനി അതിൻ്റെ അളവിച്ചിട്ട് കുറഞ്ഞു പോയെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞുതരാം. ഇത് ശരിക്കും നടന്ന ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റിനെ ആസ്പദമാക്കി എടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് ഇതിൽ എത്രമാത്രമാണ് സത്യമുള്ളത്. ഞാൻ പറയുവാണെങ്കിൽ സിനിമയെക്കാളും ഭയങ്കര ഇതിന് ഡിസ്റ്റർബിംഗ് ആണ് ശരിക്കും നടന്നത്. അത് ആ ഒരു സീരിയൽ കില്ലറിൻ്റെ കില്ലിംഗ് പാറ്റേണോ അവൻ്റെ ആ ഒരു ബ്രൂട്ടാലിറ്റിയോ ആ ഒരു വയലൻസോ ആ പാർട്ട് ആയിരുന്നില്ല. ഇറ്റ് വാസന്റ് ജസ്റ്റ് എ സ്റ്റോറി അബൌട്ട് എ കില്ലർ. ഇറ്റ് വാസ് എ സ്റ്റോറി അബൌട്ട് എ സ്റ്റേറ്റ് ദാറ്റ് റിഫ്യൂസ് ടു ബിലീവ് ദാറ്റ് ദിസ് കൈൻഡ് ഓഫ് എ കില്ലർ കുഡ് ഈവൻ എക്സിസ്റ്റ്. ഞാൻ വിശദീകരിച്ച് പറയാം. അതായത് പീറ്റർ കോവാക് എന്നാണ് ഈ ഒരു കില്ലറിന്റെ ശരിക്കുള്ള പേര്. സാധാരണ ഒരു ഫാമിലി ജനിച്ച ഒരു കുട്ടിയായിരുന്നു അവൻ. പക്ഷേ അവൻ്റെ 14-ാം വയസ്സിൽ അവനെ അവൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരുത്തം കയറി അങ്ങ് അബ്യൂസ് ചെയ്തു, അവനെ അങ്ങ് പീഡിപ്പിച്ചു. ഈ ഒരു ഇൻസിഡന്റ് അവൻ്റെ ഉള്ളിൽ വലിയൊരു ട്രോമയായിട്ട് മാറുന്നു. അത് ഇവഞ്ച്വലി ഇവനെ ഒരു നോർമൽ സെക്ഷൽ ലൈഫ് ലീഡ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അത് മെല്ലെ അവൻ്റെ ഉള്ളിലും വളരാൻ തുടങ്ങി.
അങ്ങനെ ഇരിക്കും ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴാണ് ഇവന് ഈ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ഫിലിംസും ബുക്കിനോടുള്ള ഒരു താല്പര്യം കൂടുന്നത്. എസ്പെഷ്യലി പെൺകുട്ടികളെയും സ്ത്രീകളെയും എല്ലാം ടോർച്ചർ ചെയ്യുന്ന അങ്ങനെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമകളും ബുക്കിനോടും അവനക്ക് താല്പര്യം കൂടി. അങ്ങനെ 1957 ജൂലൈ 22 ഒരു അർജന്റീനൻ ചിത്രം തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്തൊരു സീന് അവനെ ഭയങ്കര ട്രിഗർ ചെയ്തു. ഒരു സ്ത്രീയെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ഒരു സീനായിരുന്നു അത്. അത് കണ്ടതും അവൻ ഭയങ്കര എക്സൈറ്റ് ആവുന്നു. അവിടെ വെച്ച് അവൻ പടം പകുതിക്ക് നിർത്തിയിട്ട് ആ ഒരു തിയേറ്റർ വിട്ട് ഇറങ്ങുക. അങ്ങനെ ഒരു രാത്രി 10 മണിയെല്ലാം കഴിഞ്ഞ് ആ ഒരു വർക്കേഴ്സ് അവരുടെ വീട്ടിലോട്ട് പോകുന്ന സമയത്താണ് ഇവന് 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണുന്നത്. അവൻ അവളെ ഫോളോ ചെയ്ത് അവളെ കൊന്ന് അവളെ പീഡിപ്പിച്ച് തുണിയെല്ലാം ഊരിയിട്ട് അടുത്തുണ്ടായിരുന്ന ഒരു ഡ്രൈനേജ് ഡിച്ചിലോട്ട് അവളെ വലിച്ചെറിയുന്നു. പിറ്റേ ദിവസം ബോഡി പൊങ്ങുന്നു, പോലീസ് വരുന്നു, ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നു. ആദ്യം തന്നെ ഈ മരിച്ച പെൺകുട്ടിയുടെ ലവർ എന്ന് പറയപ്പെടുന്ന ഹാനോസ് കെർജാക്കിനെ അറസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് ഇൻട്രോഗേഷൻ പോയി അതിലെ കോൺട്രഡിക്ഷൻസ് ഒന്നും അവർ മാനിക്കാതെ ഇവനെ ഫോഴ്സ് ചെയ്ത് ആ ഒരു കുറ്റം സമ്മതിപ്പിക്കുന്നു. എന്തിനു വേണ്ടി അവരെന്തിന് ഇത്ര ഡെസ്പറേറ്റ് ആയിട്ട് ഇവനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുന്നത് എന്ന് പറയുന്നൊരു ചോദ്യമില്ലേ? അവിടെയാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ എ സ്റ്റേറ്റ് ദാറ്റ് റിഫ്യൂസ് ടു ബിലീവ് എ കില്ലർ കുഡ് ഈവൻ എക്സിസ്റ്റ് എന്ന് പറയുന്ന കാര്യം വരുന്നത്. അതായത് 1950-60 കാലഘട്ടത്ത് കമ്മ്യൂണിസ്റ്റ് ഹംഗറി ഒരു പ്രത്യേകതരം ഐഡിയോളജി ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ക്രൈംസും ഈ സീരിയൽ കില്ലേഴ്സും ഈ പറയുന്ന കാര്യമെല്ലാം തന്നെ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുടെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. അതായത് ഒരു വെസ്റ്റേൺ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. നമ്മുടെ ഇത്രയും കിടിലൻ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിൽ ഇതുപോലുള്ള കില്ലറൊന്നും എക്സിസ്റ്റ് ചെയ്യത്തില്ല എന്ന രീതിയിൽ ഈ ഒരു നറേറ്റീവ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കരധികം പൊളിറ്റിക്കൽ പ്രഷർ കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ഇവർ കിട്ടിയവനെ വെച്ചിട്ട് ഇവൻ്റെ പ്രണയ നൈരാശ്യമാണ് ഇവൻ പ്രപ്പോസ് ചെയ്തു, അവൾ സമ്മതിച്ചില്ല, ആ നൈരാശ്യത്തെ ഇവൻ കയറി കൊന്നതാ എന്ന് പറഞ്ഞിട്ട് ഇവനെ പ്രതിയാക്കി ജയിലിൽ അടയ്ക്കുന്നു. പിന്നീട് 1962 അവൻ വേറൊരു 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊല്ലും. അതിനെയും പോലീസ് എന്ത് ചെയ്തു, ഒരു സൂയിസൈഡ് ആണ് എന്ന് പറഞ്ഞിട്ട് എഴുതി തള്ളി. കാരണം എന്താ, ഈ ഒരു ക്രൈം ഫ്രീ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യണമല്ലോ അതിനുവേണ്ടി. 1963-ലും 64-ലും ഇവൻ 2 സ്ത്രീകളെ അറ്റാക്ക് ചെയ്യാൻ നോക്കി, പക്ഷെ അവർ രക്ഷപ്പെട്ടു. സോ പോലീസും ആ കേസൊന്നും ഭയങ്കര കാര്യമായിട്ട് എടുത്തില്ല. പിന്നീട് അടുത്ത കൊല്ലം 1965 അവനൊരു 14 വയസ്സുകാരി കൊച്ചിനെ കൊന്നു. അതിനെയും ആദ്യം ഒരു സൂയിസൈഡായിട്ട് എഴുതി തള്ളാം എന്നാണ് അവർ ശ്രമിച്ചത്. പിന്നീടാണ് കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യുന്നത്. പിന്നീട് 66-ൽ അവൻ ആരും ഒന്നും ചെയ്തില്ല. 67-ലാണ് അടുത്ത കൊലപാതകം നടക്കുന്നത്. എന്നാൽ മറ്റു പെൺകുട്ടികളെ പോലെ ആയിരുന്നില്ല. ഈ പെൺകുട്ടിയുടെ അവൻ കൊന്നു കഴിഞ്ഞ് അവളുടെ മാറിടം മുറിച്ചെടുത്തായിരുന്നു. അവൻ ആ മാറിടം മുറിച്ച് കളഞ്ഞതുപോലും ഈ ഒരു സിനിമയെ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ്. ഇവൻ ഓരോ പ്രാവശ്യം ഇതുപോലുള്ള സിനിമ കാണാൻ പോകുമ്പോൾ അവന് വല്ല എക്സൈറ്റ് ആയി കഴിഞ്ഞാൽ അവനത് പകുതി വെച്ച് നിർത്തിയിട്ട് അടുത്ത ഇരയെ തേടാൻ വേണ്ടി അവൻ പോകും. സോ അങ്ങനെ കേസ് പോകുന്നു. അങ്ങനെ ആ ഒരു കുട്ടിയുടെ നഖത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരു ഗ്ലാസ് പീസ് കിട്ടുകയാണ്. ഇതായിരുന്നു ഈ ഒരു കേസിലെ മേജർ ബ്രേക്ക് ത്രൂ. കാരണം 1960 കാലഘട്ടത്തിലെ എല്ലാ ഗ്ലാസും ഏതാണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ഗ്ലാസ് ആയിരുന്നു. പക്ഷേ ട്രക്കുകളുടെയും ഇതുപോലെയുള്ള വണ്ടികളുടെയൊക്കെ ഒരു വിൻഷീൽഡ് മാത്രമാണ് ഈ ഒരു ടെമ്പേർഡ് സേഫ്റ്റി ഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ഗ്ലാസ്സിൽ പൊട്ടുന്ന സമയത്ത് അത് ഭയങ്കരധികം ക്യൂബിക്കലായിട്ടുള്ള ചെറിയ ചെറിയ പീസായിട്ടാണ് പൊട്ടുക. കൂർത്തായിട്ട് പൊട്ടത്തില്ല. സോ അങ്ങനെ ഒരു പീസ് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് കണ്ടുപിടിച്ചപ്പോൾ ബ്രിഡ്ജിൽ നിന്നും ആ ഒരു സെയിം ഗ്ലാസ് പീസ് കിട്ടുന്നു. പിന്നീട് ഫാക്ടറിയിലെ ട്രക്കിൽ നിന്നും അത് കിട്ടുന്നുണ്ട്. ആ ട്രക്ക് ഓടിച്ച പീറ്റർ കോവാക്ക് എന്ന് പറയുന്നത് നമ്മുടെ കില്ലറിൻ്റെ ഡ്രസ്സിൽ നിന്നും ആ ഒരു ഗ്ലാസ് പീസ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് അവനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇൻഫാക്ട് ഹംഗേറിയൻ ഫോറൻസിക്കിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഒരു എവിഡൻസിനെ ട്രേസ് ബാക്ക് ചെയ്ത് പോകുന്നത്. ഈ കേസ് ഇത്രമാത്രം കോംപ്ലിക്കേഷൻ ആവേണ്ട ഒരു കാര്യമില്ല. കാരണം ഈ കില്ലർ അത്രമാത്രം ഇൻ്റലിജൻറ്റോ അത്ര തലയുള്ളവനൊന്നും അല്ല. ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയും അവരുടെ ഒരു നറേറ്റീവാണ് ഇത് ഇത്ര വഷളാകാനുള്ള പ്രധാന കാരണം. അവരിത് മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ ആ നാട്ടിലെ ഷൂ ഫാക്ടറിയിൽ നിന്ന് വീട്ടിലേക്ക് തനിച്ച് നടന്നു പോകുന്ന പെൺകുട്ടികളൊന്ന് സൂക്ഷിക്കണം, ഇതുപോലൊരു കില്ലർ പുറത്തുണ്ട്, സൂക്ഷിക്കണം, സേഫ് അല്ല എന്ന് പറയുന്ന ഒരു അവയർനെസ് കൊടുത്തിരുന്നെങ്കിൽ, ഒരു വാർണിംഗ് കൊടുത്തിരുന്നെങ്കിൽ, സോ ഒരു കില്ലറിനെ പ്രൊട്ടക്ട് ചെയ്തത് വേറെ ആരുമല്ല, ഒരു സ്റ്റേറ്റിൻ്റെ പ്രൊപ്പഗേണ്ടയായിരുന്നു. ഇൻഫാക്ട് ഗവൺമെൻറ്റിൻ്റെ കണ്ണിൽ ഈ ഒരു കില്ലർ പോലും ഒരു ഐഡിയൽ സിറ്റിസൺ ആയിരുന്നു. അതായത് അവൻ ജോലിക്ക് പോകുന്നു, അവൻ്റെ ഫാമിലിയെ നോക്കുന്നു, നല്ല പെരുമാറ്റം, അവൻ ആരോടൊന്നും കംപ്ലയിൻറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. അത് ഒരു ഐഡിയൽ സിറ്റിസൺ ആയിരുന്നു അവരുടെ കണ്ണിൽ. നിരപരാധിയായിട്ടുള്ള ഹാനോസിനെ അറസ്റ്റ് ചെയ്ത് പോകുമ്പോൾ ഇവൻ ആ കൂട്ടത്തിൽ ഇതെല്ലാം കണ്ട് നോക്കി നിൽക്കുമായിരുന്നു. 11 കൊല്ലമാണ് ഹാനോസ് ഒരു തെറ്റും ചെയ്യാതെ ഈ ഒരു ജയിലിൽ കിടന്നത്. പടത്തിൻ്റെ അവസാനം ഇവൻ ജയിൽ വിട്ട് റിലീസായിട്ട് അവനൊരു ഹാപ്പി എൻഡിങ് പോലെയൊക്കെ നമുക്ക് തോന്നിയെങ്കിലും പക്ഷെ അങ്ങനെയല്ല. ഈ 11 കൊല്ലത്തെ ജയിൽവാസം അവനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർത്തി. ജയിലിൽ നിന്ന് പുറത്തിറങ്ങി 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അവൻ സ്ട്രോക്ക് വന്ന് മരിച്ചുപോയി. കില്ലർ അന്നാണോ ആദ്യമായിട്ട് തുടങ്ങിയത്, അവൻ ഇത്ര പെൺകുട്ടികളെ മാത്രമേ കൊന്നിട്ടുള്ളൂ എന്നൊന്നും ഒരു ഉറപ്പുമില്ല. കാരണം അവൻ സമ്മതിച്ചിട്ടില്ല. ആ കാലയളവിൽ വേറെയും പെൺകുട്ടികൾ മിസ്സിംഗ് ആയിട്ടുണ്ട്, പക്ഷേ ബോഡി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇവനെതിരെ തെളിവുണ്ടായിരുന്ന കേസ് മാത്രമേ അവൻ സമ്മതിച്ചു തന്നിട്ടുള്ളൂ. അവൻ പറയാത്ത മറച്ചു വെച്ച പല പെൺകുട്ടികളുടെ കേസും വേറെ ഉണ്ടാവാം. ഈ കൊലപാതകങ്ങളുടെ സ്പോൺസർഷിപ്പോ ഞങ്ങളുടെ നാട് സേഫ് ആൻഡ് സെക്യൂർ ആണ് എന്ന് വായിട്ടലച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്. ക്വൈറ്റ് ആൻഡ് ഐറണി അല്ലേ? അതാണ്. സോ യാ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.